السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك عليه وعلى آله وصحبه أجمعين. اللهم اغفر لنا ولمشايخنا وللوالدين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا. رب زدنا علما. اللهم الهمنا وراشد أمورنا وعذنا من شرور أنفسنا ومن سيئات أعمالنا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം അറിയാനും മനസ്സിലാക്കാനും അതിലൂടെ അവിടുത്തോട് കൂടുതൽ ഇഷ്ടം വെക്കാനും പ്രിയം വെക്കാനും ഒക്കെ വേണ്ടിയുള്ള ചെറിയൊരു ശ്രമത്തിലാണ് നമ്മൾ ഓരോരുത്തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ചെറിയ ശ്രമത്തെ കബൂലാക്കുമാറാകട്ടെ, വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മുടെയൊക്കെ റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആലയും ഒക്കെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന, മറ്റെല്ലാത്തിനേക്കാളും പ്രിയം വെക്കുന്ന നല്ല അടിയാറുകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നിർത്തിയതൊക്കെ, അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയതൊക്കെ ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അബ്ദുൽ മുത്തലിബിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് അദ്ദേഹത്തിന് ആ പേര് വന്നത്, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം എന്തായിരുന്നു, അദ്ദേഹം മക്കത്തേക്ക് വരാനുണ്ടായ സാഹചര്യം, മക്കയിൽ പിന്നീട് അദ്ദേഹത്തിന് കിട്ടിയ സ്വീകാര്യത, അതേപോലെ തന്നെ അതിനു മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വംശപരമ്പര, കുടുംബ പരമ്പരയെക്കുറിച്ച് മൊത്തത്തിൽ ഉള്ള ചെറിയൊരു പരിചയപ്പെടുത്തൽ നമ്മൾ നടത്തി. നബിതങ്ങളുടെ പിതാമഹന്മാരുടെ പേരുകളൊക്കെ നമ്മൾ പറഞ്ഞു. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ചരിത്രത്തെക്കുറിച്ച് ചെറിയ രീതിയിൽ നമ്മൾ വിശദീകരിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശരിക്കും 2 മക്കളായിരുന്നു കേട്ടോ. നമ്മൾ പറഞ്ഞു സാറാ ബീവിക്ക് ആദ്യം കുഞ്ഞില്ലായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് അതിന് ശേഷം ഖുറാനിലൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ, മലക്കുകൾ വന്ന് സന്തോഷ വാർത്ത അറിയിച്ച് സാറാ ബീവി വാർദ്ധക്യത്തിൽ, പിന്നെ വയസ്സായ സ്ത്രീ ആയതിനു ശേഷം അവർ അത്ഭുതകരമായിട്ട് ഗർഭം ധരിച്ചു. പിന്നീട് ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് അവർ ജന്മം നൽകി. ഇസ്ഹാഖ് നബിയുടെ മകൻ യാക്കൂബ്, യാക്കൂബ് നബിയുടെ മകൻ യൂസുഫ് അലൈഹി മുസ്സലാത്തു വസ്സലാം. അപ്പോൾ അങ്ങനെ ആ പരമ്പരയിലൂടെയാണ് പിന്നെ ബനൂ ഇസ്രായേലിലെ പ്രവാചകന്മാർ മുഴുവനും നിയോഗിതരാകുന്നത് വരുന്നത്. പിന്നെ രണ്ടാമത്തെ മകനാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇസ്മായിൽ നബിയുടെ പരമ്പരയിൽ നിന്നാണ് അറബികൾ മൊത്തവും വരുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് അബ്ദുൽ മുത്തലിബിൻ്റെ കാലഘട്ടത്ത്, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് തൊട്ട് മുമ്പ് നടന്ന പ്രധാനപ്പെട്ട 3 സംഭവങ്ങളാണ്. അതിലൊന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ സൂചന നൽകിയിരുന്നു. സംസം കിണറിൻ്റെ വീണ്ടെടുപ്പുമായി ബന്ധപ്പെട്ട, സംസം കിണറിൻ്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട ചരിത്രമാണ്. അപ്പോൾ എന്തായിരുന്നു സംസം കിണറിന് സംഭവിച്ചത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു. പണ്ട് അവിടെ വസിച്ചിരുന്ന ജുർഹും ഗോത്രം മക്ക വിട്ട് പോകേണ്ട സാഹചര്യം അവർക്കുണ്ടായപ്പോൾ തങ്ങൾക്ക് കിട്ടിയ ഈ മഹാഭാഗ്യമായ സംസം അതിന് വേറെ ആർക്കും കിട്ടണ്ട എന്ന ഉദ്ദേശത്തോടു കൂടി അവരുടെ വലിയ വലിയ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഒരു നിധി പോലെ അതിൻ്റെ അകത്ത് കുഴിച്ചിടുകയും അതിനെ പൂർണ്ണമായി മൂടുകയും ഒരടയാളവും അവശേഷിപ്പിക്കാതിരിക്കുകയും ചെയ്തു. അപ്പോൾ പിന്നീട് ആർക്കും അറിയാമായിരുന്നില്ല എവിടെയാണ് ഈ സംസം കിണർ എന്നുള്ളത്. അങ്ങനെ ഇരിക്കെയാണ് അബ്ദുൽ മുത്തലിബിൻ്റെ കാലത്ത് അദ്ദേഹം ഒരു രാത്രിയിൽ ഒരു സ്വപ്നം കാണുന്നത്. രാത്രിയിൽ ഒരാൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നിട്ട് പ്രത്യേക രീതിയിൽ വന്നിട്ട് പറയാണ്, ഇഹ്ഫിർ തൈബ, അബ്ദുൽ മുത്തലിബ് നീ തൈബയെ കുഴിക്കണം. അദ്ദേഹം എന്താണ് തൈബ എന്ന് ചോദിച്ചപ്പം സ്വപ്നം അവസാനിച്ചു. പിന്നെ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അടുത്ത ദിവസം അബ്ദുൽ മുത്തലിബ് ഉറങ്ങുന്നു, വീണ്ടും ഈ സ്വപ്നം ആവർത്തിക്കുന്നു. അയാൾ വരുന്നു, അബ്ദുൽ മുത്തലിബിനോട് ഇഹ്ഫിർ ബർറ, നീ ബർറയെ കുഴിക്കണമെന്ന് പറയാം. അതും അബ്ദുൽ മുത്തലിബിന് മനസ്സിലായില്ല എന്താണ് ബർറ. സ്വപ്നം അവിടെ വീണ്ടും അവസാനിച്ചു. 3-ാമത്തെ ദിവസവും അബ്ദുൽ മുത്തലിബ് ഉറങ്ങുന്നു, ഈ സ്വപ്നം ആവർത്തിക്കുന്നു. ഒരാൾ വന്നിട്ട് ഇഹ്ഫിർ മദ്നൂന, നീ മദ്നൂനയെ കുഴിക്കണമെന്ന് പറഞ്ഞു. മദ്നൂൻ എന്താണെന്ന് ചോദിച്ചു, അതും മനസ്സിലായില്ല. അപ്പോഴത്തേക്ക് സ്വപ്നം അവസാനിച്ചു. ഇത് 3ഉം സംസമിൻ്റെ വ്യത്യസ്ത നാമങ്ങളാണ്. ബർറ എന്ന് പറഞ്ഞാൽ ഒരുപാട് നന്മകൾ അടങ്ങിയത് എന്നുള്ള അർത്ഥത്തിൽ വരുന്നത്, തൈബ എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായത് എന്നുള്ള അർത്ഥത്തിൽ വരുന്നത്, മദ്നൂന എന്ന് പറഞ്ഞാൽ വളരെ വിലപിടിപ്പുള്ള, നമ്മൾ ഒരാൾക്ക് കൊടുക്കാൻ പോലും കൂട്ടാക്കാതെ പിശുക്കി നമ്മളുടെ അടുക്കൽ വെക്കുന്ന അത്രയും വിലപിടിപ്പുള്ള സാധനത്തിനാണ് മദ്നൂന എന്ന് പറയാം. ഇത് 3ഉം എന്താണെന്ന് അബ്ദുൽ മുത്തലിബിന് മനസ്സിലായില്ല. 4-ാമത്തെ ദിവസവും അബ്ദുൽ മുത്തലിബ് കിടന്നുറങ്ങി, ഈ സ്വപ്നം ആവർത്തിച്ചു.
അന്ന് അയാൾ വന്നിട്ട് അബ്ദുൽ മുത്തലിബിനോട് ഇഹ്ഫിർ സംസം, അബ്ദുൽ മുത്തലിബെ നീ സംസമിനെ കുഴിക്കണമെന്ന് പറഞ്ഞു. ഒമാ സംസം, അദ്ദേഹം ചോദിച്ചു എന്താണ് സംസം? അയാൾ പറഞ്ഞു ലാ തൻസിഫു അബദൻ വലാ തുദം തസ്ഖിൽ ഹജീജൽ അഅളം, ഒരിക്കലും വറ്റാത്ത, ഒരിക്കലും തീർന്നു പോകാത്ത കിണർ, ഹാജിമാരെയൊക്കെയും വെള്ളം കുടിപ്പിക്കാൻ പറ്റുന്ന ഒരു മഹാ കിണറിലുള്ള പരിശുദ്ധമായ വെള്ളം, അത് നീ കുഴിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് അബ്ദുൽ മുത്തലിബ് അതിൻ്റെ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അയാൾ എവിടെയാണ് ഇത് കുഴിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തു. പക്ഷെ ഒരു വിചിത്രമായ റൂട്ട് മാപ്പായിരുന്നു, ഒരു സ്ഥലം നിർണ്ണയിച്ചു കൊടുക്കലായിരുന്നു അത്. കാരണം അയാൾ പറഞ്ഞത് ഹിയ ബൈനൽ ഫറസി വദ്ദമി ഐന്ദ നുഖറത്തിൽ ഖുറാബിൽ അസമി ഐന്ദ ഖറിയത്തിൻ നമലി. 3 ക്ലൂവാണ് കൊടുത്തത്, 3 അടയാളങ്ങൾ. ഒരു ട്രഷർ ഹണ്ട് പോലെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ കാണാൻ പറ്റും. 3 അടയാളങ്ങളാണ് പറഞ്ഞത് എവിടെയാണ് സംസം എന്നുള്ളത്. ഇന്ന സ്ഥലത്ത് നിന്ന് പറഞ്ഞ് കൃത്യമായി പറഞ്ഞു കൊടുത്തില്ല. മറിച്ച് അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ അടയാളം ബൈനൽ ഫറസി വദ്ദമി, കാഷ്ടത്തിൻ്റെയും രക്തത്തിൻ്റെയും ഇടയിലാണ്. ഐന്ദ നുഖറത്തിൽ ഖുറാബിൽ അസം, കറുപ്പ് കളർ കാലിൻ്റെ ഭാഗത്ത് മാത്രം വെളുത്ത നിറമുള്ള ഒരു കാക്ക വന്ന് കൊത്തുന്ന സ്ഥലത്ത്. ഐന്ദ ഖറിയത്തിൻ നംലി, ഉറുമ്പിൻ്റെ ഒരു ഗ്രാമത്തിൻ്റെ അടുത്ത്, ഉറുമ്പുകൾ ഒരുമിച്ച് കൂടുന്ന ഉറുമ്പിൻ്റെ വീടുള്ള ആ ഒരു ഗ്രാമത്തിൻ്റെ അടുക്കലായിരിക്കും ഇത് എന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളൊരു സ്ഥലത്തെത്തി, പള്ളി എവിടെയാണെന്ന് ചോദിച്ചാൽ പള്ളി നേരെ പോയി ടൗണെത്തും, അവിടെ ലെഫ്റ്റും റൈറ്റും ഉണ്ടാവും. റൈറ്റിൽ തിരിഞ്ഞ് പിന്നെ കുറച്ച് മുമ്പോട്ട് പോയി അടുത്ത ലെഫ്റ്റിൽ തിരിഞ്ഞാൽ പള്ളിയായി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതേസമയത്ത് പള്ളി എവിടെയെന്ന് ചോദിക്കുമ്പോൾ അതിന് മറുവഴിയായിട്ട് ഒരാൾ പറയുകയാണ് നിങ്ങൾ നേരെ മുമ്പോട്ട് പോവുക. മുമ്പോട്ട് പോകുമ്പോൾ ഇങ്ങനെ പുക പറക്കുന്ന കാണും. ആ പുക പറക്കുന്ന അവിടെ നിന്ന് വലത്തോട്ട് തിരിയുക. കുറച്ച് മുമ്പിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് നല്ല ഭക്ഷണം പാചകം ചെയ്യുന്ന മണം കിട്ടും. അവിടെ നിന്ന് പിന്നെ ഇടത്തോട്ട് പോവുക. പിന്നെ കുറച്ചും കൂടി മുമ്പോട്ട് പോയാൽ നല്ല തണുപ്പ് നിങ്ങൾക്ക് ഫീലാവും. അവിടെ നിങ്ങൾ അന്വേഷിക്കുക എന്നൊക്കെയാണ് ഒരാൾ നമുക്ക് വഴി പറഞ്ഞു തരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതുപോലെയായിരുന്നു അബ്ദുൽ മുത്തലിബിൻ്റെ അവസ്ഥ. കൃത്യമായിട്ട് കാബയുടെ അടുക്കൽ ഇന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം വ്യത്യസ്തമായ രീതിയിൽ 3 അടയാളങ്ങളാണ് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തത്. ഏതായാലും ആവർത്തിച്ച് കണ്ട സ്വപ്നമായതുകൊണ്ടും അതും വിചിത്രമായ സ്വപ്നമായതുകൊണ്ട് ഇത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സ്വപ്നമാണെന്നുള്ള ഒരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടാകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ രാവിലെ അദ്ദേഹത്തിൻ്റെ മകൻ ഹാരിസിനെയും കൂട്ടി ഒരു കോടാലിയും എടുത്ത് ഇദ്ദേഹം നടന്നു. ഈ 3 അടയാളങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട്. അന്ന് അദ്ദേഹത്തിന് ഒറ്റ മകനേ ഉണ്ടായിരുന്നുള്ളൂ, ഈ ഹാരിസ് മാത്രം. ഹാരിസിനെ കൂട്ടി അദ്ദേഹം കാബയുടെ പരിസരത്തൊക്കെ ഇങ്ങനെ ചുറ്റിത്തിരിയാൻ വേണ്ടി തുടങ്ങി. അതിൻ്റെ ഇടക്കാണ് അദ്ദേഹം നടന്ന് ഇസാഫ് നായില എന്ന 2 വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചിരുന്ന കാബയുടെ തൊട്ടടുത്ത് അദ്ദേഹം എത്തുന്നത്. ഈ ഇസാഫിൻ്റെയും നായിലയുടെയും പ്രത്യേകത, ഈ 2 വിഗ്രഹങ്ങൾക്കിടയിലായിരുന്നു മുശ്രിക്കീങ്ങൾ, ഖുറൈശികൾ എന്ന സാധാരണഗതിയിൽ ബലി അർപ്പിച്ചിരുന്നത്. മൃഗങ്ങളെ ബലി അർപ്പിക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ചിരുന്ന സ്ഥലമായിരുന്നു ഇസാഫ് നായില എന്ന 2 വിഗ്രഹങ്ങളുടെ നടുക്കുള്ള സ്ഥലം. അവിടെ എത്തിയപ്പം ആരോ ഒരാൾ ആ സമയത്ത് ഒരു മൃഗത്തെ അവിടെ നിന്ന് ബലിയർപ്പിച്ചു. പെട്ടെന്ന് അതിൻ്റെ രക്തവും കുഴൽമാലയൊക്കെ ഇങ്ങനെ അവിടുന്ന് ഇങ്ങനെ ഒഴുകി അവിടെ ഇങ്ങനെ തളം കെട്ടി നിൽക്കുന്നത് കണ്ടു. അപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് ആദ്യത്തെ അടയാളം ഓർമ്മ വന്നു. ആദ്യത്തെ അടയാളം എന്താ? കാഷ്ടത്തിൻ്റെയും രക്തത്തിൻ്റെയും ഇടയിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ എന്തുണ്ട്? രക്തമുണ്ട്, കുടൽമാലയിൽ നിന്ന് വന്ന കാഷ്ടമുണ്ട്. അപ്പോൾ ആദ്യത്തെ ക്ലൂ അത് സക്സസ് ആയി. അങ്ങനെ അദ്ദേഹം അവിടെ തന്നെ നിന്നു, കാത്തിരുന്നു. പെട്ടെന്ന് ഈ പറഞ്ഞതുപോലെ കാലിൻ്റെ ഭാഗത്ത് ചെറിയ വെള്ള അടയാളമുള്ള ഒരു കാക്ക പറന്നു വന്ന് അവിടെ ഇങ്ങനെ കൊത്താൻ തുടങ്ങി. 2ാമത്തെ ക്ലൂവും സക്സസ് ആയി, 2ാമത്തെ അടയാളവും അദ്ദേഹത്തിന് കിട്ടി. 3ാമത്തേത് ഇനി ഒരു ഉറുമ്പിൻ്റെ ഗ്രാമം ഉണ്ടാവും, ഉറുമ്പ് ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അവിടെ ഇങ്ങോട്ടൊക്കെ പരിചയപ്പെട്ട് കുറേ ഉറുമ്പിൻ്റെ കൂട്ടങ്ങൾ അവിടെ ഇങ്ങനെ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു. അപ്പോൾ 3 ക്ലൂവും അദ്ദേഹത്തിന് കിട്ടി, 3 അടയാളങ്ങളും അവിടെ പ്രാവർത്തികമായി. അങ്ങനെ അദ്ദേഹം അത് തന്നെയാണ് സ്ഥലമെന്ന് ഉറപ്പിക്കുകയും അവിടെ കുഴിക്കാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു. ഈ സമയത്ത് ഖുറൈശികൾ ഇതൊക്കെ നോക്കിയിരിക്കുന്നുണ്ട്. അബ്ദുൽ മുത്തലിബ് വരുന്നു, കാബയുടെ അടുക്കൽ കുറേ നേരം ഇങ്ങനെ ചുറ്റിത്തിരിയുന്നു. അവസാനം ഒരു സ്ഥലത്ത് ഇങ്ങനെ നോക്കുന്നു, ഉറപ്പിക്കുന്നു. അവിടെ ഇങ്ങനെ തൻ്റെ മകനെയും കൂട്ടി കോടാലി എടുത്ത് കുഴിക്കാൻ വേണ്ടി ആരംഭിക്കുന്നു. ഇത് കണ്ടപ്പോൾ ഖുറൈശികളൊക്കെ അടുത്തേക്ക് ഓടി വന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, അബ്ദുൽ മുത്തലിബിന് ഖുറൈശികളുടെ അടുക്കൽ അല്ലെങ്കിൽ അന്നത്തെ മക്കക്കാരുടെ ഇടയിൽ വലിയ സ്ഥാനം ഉണ്ടായിരുന്നു, വലിയ മഹത്വം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വഭാവ ഗുണങ്ങൾ കൊണ്ട് അദ്ദേഹം നേടിയെടുത്തതായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് മക്കയിലുണ്ടായിരുന്ന ബാക്കിയുള്ള നേതാക്കൾക്ക് അദ്ദേഹത്തോട് അസൂയയും വെറുപ്പും വിദ്വേഷമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു, അബ്ദുൽ മുത്തലിബ് നീ എന്തേ കാണിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ സംസം കുഴിക്കണം. പിന്നെ ഒരു സംസം? നീ ഇനി കുഴിച്ചിട്ട് വേണം സംസം കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് ഞങ്ങൾ ബലിയർപ്പിക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഇങ്ങനെ സംസമിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് വെറുതെ വലിയൊരു കുഴി എടുത്തിടാൻ ഞങ്ങൾ സമ്മതിക്കൂല എന്ന് പറഞ്ഞ് അവർ തടഞ്ഞു. പക്ഷെ അബ്ദുൽ മുത്തലിബ് താൻ ഇറങ്ങിയ കാര്യത്തിൽ വളരെ ദൃഢനിശ്ചയമുള്ള ആളായിരുന്നു. അദ്ദേഹം പറഞ്ഞു,
മകനോട് പറഞ്ഞു, ദുദ് അന്നി യാ ഹാരിസ്, ഹാരിസെ നീ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണം. വല്ലാഹി ലഅംദിയന്ന ലിമാ ഉമിർതു ബിഹി, എന്നോട് കൽപ്പിക്കപ്പെട്ട ഒരു കാര്യം ഞാൻ എന്തായാലും ചെയ്യും, അതിൽ യാതൊരു മുടക്കവും ഞാൻ വരുത്തൂല, ഞാനത് കുഴിക്കുക തന്നെ ചെയ്യും. ആരെങ്കിലും എന്നെ തടയാൻ വന്നാൽ നീ എന്നെ സംരക്ഷിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് മകനെ അവിടെ ഒരു പ്രൊട്ടക്ടറായിട്ട് നിർത്തിയിട്ട്, കാവൽക്കാരനായി നിർത്തിയിട്ട് ഇദ്ദേഹം കുഴിക്കാൻ വേണ്ടി തുടങ്ങി. ആളുകൾ കുറച്ചു നേരം അവിടെ ഇങ്ങനെ വന്ന് മുടക്കം പറഞ്ഞെങ്കിലും അവസാനം ഇദ്ദേഹത്തോട് സംസാരിച്ചിട്ട് കാര്യമില്ല, എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവർ തിരിച്ചുപോയി. ആദ്യത്തെ ദിവസം പാവം അബ്ദുൽ മുത്തലിബും ഹാരിസും കുഴിച്ചു. അബ്ദുൽ മുത്തലിബ് കുഴിയെടുക്കും, മണ്ണ് കോരി കൊടുക്കും, ഹാരിസ് അവിടെ കൊണ്ടുപോയിട്ട് മണ്ണിടും. രണ്ടാമത്തെ ദിവസവും കുഴിച്ചു. ചരിത്രത്തിൽ വരുന്നുണ്ട് 3 ദിവസം ഇവർ കുഴിച്ചു. ആ കുഴിക്കുന്ന സമയത്തൊക്കെ മുശ്രിക് ഖുറൈശികൾ വരുന്നുണ്ട്, അവർ കളിയാക്കുന്നുണ്ട്, പലരും പരിഹസിക്കുന്നുണ്ട്, അബ്ദുൽ മുത്തലിബിന് പ്രാന്താന്ന് പറയുന്നുണ്ട്, ഒക്കെ ഉണ്ട്. അതൊന്നും പരിഗണിക്കാതെ ഉറച്ചു നിന്നുകൊണ്ട് അദ്ദേഹം 3 ദിവസം കുഴിച്ചു. 3-ാമത്തെ ദിവസം കുഴിക്കുന്നതിനിടയിൽ ആഴത്തിലെത്തിയപ്പോൾ, കുറച്ച് ദൂരത്തെത്തിയപ്പോൾ അദ്ദേഹത്തിന് കിണറിൻ്റെ ആ പാളികൾ, ആ സൈഡ് ഭിത്തികൾ ഇങ്ങനെ പ്രത്യക്ഷമാകാൻ തുടങ്ങി. ഭയങ്കര സന്തോഷമായി. അബ്ദുൽ മുത്തലിബ് ഒച്ചത്തിൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് തക്ബീർ ധ്വനികളും മുഴക്കി. അപ്പം മുശ്രിക്കീങ്ങളെല്ലാം ഖുറൈശികളെല്ലാം ഇങ്ങനെ പതുക്കെ പതുക്കെ അടുത്തേക്ക് വരാൻ തുടങ്ങി. അവർക്ക് മനസ്സിലായി സംഭവം തമാശയും കളിയല്ല, അബ്ദുൽ മുത്തലിബിന് എന്തോ കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലായി. അബ്ദുൽ മുത്തലിബ് വീണ്ടും കുഴിച്ചു കുറച്ചും കൂടി ആഴത്തിലേക്ക് പോയപ്പോൾ പണ്ട് ജുർഹും ഗോത്രം കുഴിച്ചിട്ട നിധികൾ അദ്ദേഹത്തിന് കാണാൻ തുടങ്ങി. അതിൽ ആ നിധികളുടെ കൂട്ടത്തിൽ, അവരുടെ സമ്പത്തിൻ്റെ കൂട്ടത്തിൽ അന്ന് ആ കുഴിയിലുണ്ടായിരുന്നത് 2 സ്വർണം കൊണ്ട് നിർമ്മിച്ച 2 മാനിൻ്റെ ബിംബങ്ങൾ ഉണ്ടായിരുന്നു. അത് ചില്ലറ വസ്തുവല്ലല്ലോ, വലിയ വിലപിടിപ്പുള്ള വസ്തുവല്ലേ. അതേപോലെ തന്നെ ഒരുപാട് വാളുകൾ, പടയങ്കികൾ, പരിചകൾ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതും അദ്ദേഹത്തിന് കണ്ടു. അപ്പോൾ അദ്ദേഹം ഉറപ്പിച്ചു, എന്തായാലും ഇവിടെ സംസം ഉണ്ട് എന്ന് ഉറപ്പിച്ചു. കാരണം സംസമിൻ്റെ മേലെയാണ് അവരവരുടെ സമ്പത്തുകൾ ഇട്ട് കുഴിച്ചു മൂടിയത്. അപ്പോൾ ഖുറൈശികളൊക്കെ ഏകദേശം ഇതൊക്കെ കാണുന്നുണ്ട്. അവർക്ക് മനസ്സിലായി അബ്ദുൽ മുത്തലിബിന് സംസം കിണർ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ പിന്നെ അവർ പതുക്കെ അബ്ദുൽ മുത്തലിബിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അബ്ദുൽ മുത്തലിബ് ഇന്നഹാ ബിഉറു അബീന ഇസ്മായിൽ. അബ്ദുൽ മുത്തലിബേ, സംസമൊക്കെ നിനക്ക് കിട്ടിയല്ലേ, പക്ഷേ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇത് ഞങ്ങളുടെയും കൂടി വാപ്പ ഇസ്മായിലിൻ്റെ കിണറാട്ടോ. എന്നാലോചിച്ച് നോക്കണേ, ഇത്രയും നേരം പരിഹസിച്ചു കൊണ്ടിരുന്ന് അദ്ദേഹത്തെ ആ ഉദ്യമത്തിൽ നിന്ന് തടയാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയ ആളുകൾ ഇപ്പോൾ അബ്ദുൽ മുത്തലിബിന് അത് കിട്ടിയെന്ന് അറിഞ്ഞപ്പം അതിൻ്റെ അവകാശവും പറഞ്ഞിട്ട് വരാം. അപ്പോൾ ഈ അവകാശം പറച്ചിൽ ഇന്നലെ തുടങ്ങിയതല്ല, അത് പണ്ട് അന്ന് മുതലേ ഉണ്ട്. അവരിപ്പോൾ അവർക്ക് അവകാശം വേണമെന്ന് പറഞ്ഞിട്ട് വരാം. അബീന ഇസ്മായിൽ. കാരണം എന്താ, ഖുറൈശികൾ മുഴുവനും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പരമ്പരയിൽ നിന്ന് വരുന്നതാണ്. നമ്മൾ പറഞ്ഞല്ലോ, അറബികൾ മുഴുവനും അല്ലെങ്കിൽ ഹിജാസിൽ താമസിക്കുന്ന മക്കക്കാരായ ആളുകൾ മുഴുവനും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പരമ്പരയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടാണ്. ഞങ്ങളുടെ ഉപ്പ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുത്തു. വഇന്ന ലനാ ഫീഹ ഹഖ്ക, ഞങ്ങൾക്കും അതിൽ ബാധ്യതയുണ്ട്. ഫശ്രിക്നാ മഅക ഫീഹ, അതുകൊണ്ട് ഇതിൽ നിൻ്റെ കൂടെ ഞങ്ങളെ കൂടി പങ്കാക്കണമെന്ന് പറഞ്ഞു. അബ്ദുൽ മുത്തലിബ് വിട്ടുകൊടുത്തില്ല. അദ്ദേഹം പറഞ്ഞു, മാ അന ബിഫാഇൽ, ഇല്ല, ഒരിക്കലും ഞാനത് ചെയ്യൂല. ഇന്ന ഹാദൽ അംറ ഖദ് ഖുസ്സിസ്തു ബിഹി ദൂനക്കും, അല്ലാഹു സുബ്ഹാനഹു വതആല ഇത് നിങ്ങളെ കൂടാതെ എനിക്ക് മാത്രം പ്രത്യേകമായി തന്നതാ. നിങ്ങൾ ആരും സ്വപ്നം കണ്ടില്ലല്ലോ, ഞാൻ മാത്രമല്ലേ സ്വപ്നം കണ്ടത്. പിന്നെ ഞാൻ മാത്രമല്ലേ കുഴിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയത്. നിങ്ങൾ ആരും ഒരു സഹായം പോലും ചെയ്തില്ലല്ലോ, ഒരു തരി മണ്ണ് പോലും നീക്കിയില്ലല്ലോ. അതുകൊണ്ട് ഇത് എനിക്ക് മാത്രം അള്ളാഹു തുഹുമിമ്പേനിക്കും, നിങ്ങൾക്കിടയിൽ എനിക്ക് മാത്രം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയതാണ്. പക്ഷെ അവർ വിട്ടിട്ടില്ല. ഫൻസിഫ്ന, നീ നീതി കാണിക്കണം, നീ ഇങ്ങനെ ഒറ്റക്കെടുക്കരുത്, ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് അവർ നിർബന്ധം പിടിച്ചു. അവസാനം അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് തൃപ്തിയുള്ള, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാളെ ഈ വിഷയത്തിൽ മധ്യസ്ഥനാക്കുക, എന്നിട്ട് അയാൾ തീരുമാനം പറയട്ടെ, അയാളുടെ തീരുമാനം ഞാൻ അംഗീകരിക്കാൻ വേണ്ടി തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ അവർ അന്നത്തെ രീതി അനുസരിച്ചിട്ട് അന്ന് സാധാരണ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവരൊന്നെങ്കിൽ നറുക്കിടും, അല്ലെങ്കിൽ വിഗ്രഹത്തിൻ്റെ മുന്നിൽ പോയിട്ട് അന്നത്തെ പ്രത്യേക രീതിയിലുള്ള പ്രാർത്ഥനകളൊക്കെ നടത്തിയിട്ട് ഈ അമ്പും വില്ലും ഒക്കെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നറുക്കിടുന്ന ഒരു പ്രത്യേക രീതിയാണ്. ആ രീതിയിൽ നറുക്കിട്ടിട്ട് തീരുമാനിക്കും. അതല്ലെങ്കിൽ അവർ അന്നത്തെ കാലത്ത് ജീവിച്ചിരിപ്പുള്ള ഏതെങ്കിലും ജോത്സ്യൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഈ പ്രശ്നം വെച്ച് നോക്കുന്ന ആളുടെ ഒക്കെ പോയിട്ട് അവരെ കൊണ്ട് വിധി പറയിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഖുറൈശികൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇത്രയും പ്രമാദമായ വിഷയത്തിൽ, ഇത്രയും വലിയ പ്രശ്നത്തിൽ വിധി പറയാൻ വേണ്ടിയിട്ട് അർഹരായ ഒരാൾ ഷാമിൻ്റെ ഭാഗത്ത് താമസിക്കുന്ന ഒരു ജോത്സ്യത്തിയുണ്ട്, ബനു സഅദ് ഗോത്രത്തിൽപ്പെട്ട ഒരു ജോത്സ്യത്തിയുണ്ട്. ആ ജോത്സ്യത്തിയെ കൊണ്ട് നമുക്ക് ഈ വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കാം. ഒരു പ്രശ്നമേ ഉള്ളൂ, നമ്മൾ കുറച്ച് ദൂരം യാത്ര ചെയ്ത് അവിടെ വഴി പോകേണ്ടി വരുമെന്നേ ഉള്ളൂ. പക്ഷേ ഇത്രയും വലിയ പ്രശ്നമായതുകൊണ്ട് അവിടെ വരെ നമ്മൾ പോയാലും കുഴപ്പമില്ല, അവൾ ഈ പ്രശ്നത്തിൽ ഒരു തീരുമാനം പറയട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഖുറൈശികളിൽപ്പെട്ട എല്ലാ ഗോത്രത്തിൽ നിന്നുള്ള കുറച്ച് ആളുകൾ റെഡിയായി. ഓരോ ഗോത്രത്തിൽ നിന്നും 2-3 വെച്ച ആളുകൾ റെഡിയായി.
അതേപോലെ തന്നെ അബ്ദുൽ മുത്തലിബിൻ്റെ കൂട്ടത്തിൽ അബ്ദു മനാഫിൻ്റെ മക്കളിൽപ്പെട്ട പരമ്പരയിൽപ്പെട്ട ഏകദേശം ഒരു 10-20 ആളുകൾ അബ്ദുൽ മുത്തലിബിൻ്റെ കൂട്ടത്തിലും റെഡിയായി. അങ്ങനെ എല്ലാവരും ആ ഷാമിൻ്റെ ഭാഗത്തേക്ക് ആ ജ്യോത്സ്യത്തെ ലക്ഷ്യം വെച്ചിട്ട് യാത്ര തിരിച്ചു. അപ്പോൾ ഈ യാത്രയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ഷാമ് വരെയുള്ള ഭാഗങ്ങളിൽ അധികവും മരുഭൂമിയാണ്. ഒരുപാട് മരുഭൂമികൾ താണ്ടിയിട്ടാണ് ഇവർക്ക് യാത്ര ചെയ്യേണ്ടത്. അപ്പം മക്കത്ത് നിന്ന് തന്നെ ഭക്ഷണവും വെള്ളവും സാധനങ്ങളൊക്കെ കൂടെ കൊണ്ടുപോകണം. വഴിക്ക് എവിടെയും വെള്ളം കിട്ടാനുള്ള മാർഗ്ഗമൊന്നുമില്ല. അങ്ങനെ ഓരോ കുടുംബവും ഓരോ ഗോത്രവും അവരവർക്ക് വേണ്ടിയുള്ള വെള്ളങ്ങൾ ശേഖരിച്ചിട്ട് യാത്ര ആരംഭിച്ചു. യാത്രയുടെ പകുതി എത്തി കുറച്ചു ദൂരം മുന്നോട്ടേക്ക് പോയപ്പോഴേക്ക് അബ്ദുൽ മുത്തലിബിൻ്റെയും കൂട്ടരുടെയും വെള്ളം മുഴുവനും തീർന്നു. ഭയങ്കര ദുരിതത്തിലായി, കഷ്ടത്തിലായി. അവർക്ക് കുടിക്കാൻ വെള്ളമില്ല. എല്ലാവർക്കും ദാഹിച്ച് വലഞ്ഞ് ബുദ്ധിമുട്ട് അനുഭവിക്കാൻ വേണ്ടി തുടങ്ങി. ഈ സമയത്ത് കൂട്ടത്തിലുള്ള ബാക്കി ഖുറൈശി ഗോത്രങ്ങളോട് അല്ലെങ്കിൽ ഖുറൈശി കുടുംബങ്ങളോട് അബ്ദുൽ മുത്തലിബും ആളുകളും വെള്ളം ചോദിച്ചെങ്കിലും അവർ വെള്ളം കൊടുക്കാൻ തയ്യാറായില്ല. അവരുടെ ഭാഗത്തും ന്യായം ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, ഇന്നാ ബി മഫാസത്തിൻ വ ഇന്നാ നഖ്ഷ അല അൻഫുസിനാ മിസ്ല മാ അസാബക്കും. ഞങ്ങളും മരുഭൂമിയിലല്ല ഉള്ളത്. ഞങ്ങളുടെ വെള്ളം നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾക്ക് സംഭവിച്ചതുപോലെയുള്ളൊരവസ്ഥ ഞങ്ങൾക്ക് സംഭവിച്ചാലോ? അവിടെ എത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ തിരിച്ചെത്തുന്നതിന് മുമ്പ് വെള്ളം തീർന്നു പോയിട്ട് ഞങ്ങളും പെട്ടുപോയാലോ? അതുകൊണ്ട് ഞങ്ങളുടെ ജീവന് ഞങ്ങൾക്ക് ഭയമുള്ളത് കൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വെള്ളം തരൂല എന്ന് പറഞ്ഞു. അബ്ദുൽ മുത്തലിബിൻ്റെയും കൂട്ടത്തിലുള്ള ആളുകളെയും സംബന്ധിച്ചിടത്തോളം ദാഹിച്ച് അവശരായിട്ട് ഇനി ഒരടി യാത്ര ചെയ്യാൻ പറ്റൂല എന്നുള്ള അവസ്ഥ എത്തി. അങ്ങനെ അവരെല്ലാവരും വാഹനത്തിൽ നിന്ന് ഇറങ്ങി. അബ്ദുൽ മുത്തലിബ് കൂട്ടത്തിലുള്ള ആളുകളൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, അബ്ദുൽ മുത്തലിബെ, അങ്ങ് എന്ത് തീരുമാനിക്കുന്നെങ്കിലും ആ തീരുമാനത്തോട് ഞങ്ങൾ യോജിക്കുന്നു, അങ്ങ് ഒരു അഭിപ്രായം പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ അബ്ദുൽ മുത്തലിബ് ആലോചിച്ചിട്ട് ഒരു അഭിപ്രായം പറഞ്ഞു, ഏതായാലും നമ്മൾ മരിക്കുമെന്ന് ഉറപ്പായി. അങ്ങനെയാണെങ്കിൽ ഇപ്പം നമുക്ക് കുറച്ച് താക്കത്തുണ്ട്, നമുക്ക് കുറച്ച് ശക്തിയുണ്ട്, ആരോഗ്യമുണ്ട്. ഈ ആരോഗ്യമുള്ള അവസ്ഥയിൽ ഓരോരുത്തരും അവരവരിയ്ക്കുന്നിടത്ത് അവരവർക്ക് വേണ്ടിയുള്ള ഒരു ഖബർ കുഴിച്ചു വെക്കുക. എന്നിട്ട് നമ്മുടെ കൂട്ടത്തിൽ ഓരോരുത്തരും മരിക്കുമ്പോൾ ബാക്കിയുള്ള ആളുകൾ അയാളെ ആ ഖബറിലേക്ക് ഉന്തിയിടുക. അങ്ങനെ അവസാനം ഒരാൾ മാത്രം ബാക്കിയാവും ഖബറിൽ വീഴാതെ. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ എല്ലാവരും ഒരുമിച്ച് മരിച്ച് നമ്മുടെ ശവശരീരങ്ങളൊക്കെ കുഴിച്ചിടാൻ ആരുമില്ലാതെ പക്ഷികളും ബാക്കിയുള്ള മൃഗങ്ങളൊക്കെ കൊത്തി വലിച്ച് കടിച്ച് കീറി അലങ്കോലമാക്കുന്നതിനേക്കാൾ നല്ലത് നമ്മളിപ്പം ആരോഗ്യമുള്ള സമയത്ത് ഓരോരുത്തർക്കും വേണ്ടി കുഴിയെടുത്തിട്ട് ഓരോരുത്തരും മരിക്കുമ്പോൾ ഓരോരുത്തർ ആ കുഴിയിലേക്ക് തള്ളിയിട്ട് അവസാനം ഒരാളുടെ ശരീരം മാത്രം ഇവിടെ മറമാടാൻ ആളില്ലാതെ അവശേഷിക്കുന്നതാണ് മുഴുവൻ ആളുകളുടെയും ശരീരം മറമാടാൻ ആളില്ലാതെ അവശേഷിക്കുന്നതിനേക്കാൾ നല്ലത്. ഏതായാലും നമ്മൾ മരിക്കുമെന്ന് അവർ ഉറപ്പിച്ചു. അങ്ങനെ ആ ഒരു തീരുമാനത്തിലേക്ക് അവരെത്തുകയും എല്ലാവരും സ്വന്തം ഖബർ കുഴിക്കുകയും ചെയ്തു. അല്ലാഹു അക്ബർ. ആ ഒരു ഭീകരമായ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണേ. വെള്ളം തീർന്ന് മരുഭൂമിയിലുള്ള അറ്റം കാണുന്നില്ല, മരിക്കൂന്ന് ഉറപ്പായി, കുറച്ച് ആരോഗ്യം മാത്രമേ ബാക്കിയുള്ളൂ. ആ ആരോഗ്യം ഉപയോഗിച്ചിട്ട് ഇവർ ചെയ്യുന്ന പണി എന്താ? ഇപ്പം താൻ മരിക്കും, ആ മരിച്ചു കഴിഞ്ഞാൽ തനിക്ക് മറിഞ്ഞു വീഴാനുള്ള ഖബർ സ്വന്തം കൈകൊണ്ട് കുഴിക്കുക. അല്ലാഹ്. അങ്ങനെ അവരെല്ലാവരും സ്വന്തം കൈകൊണ്ട് ഖബർ കുഴിച്ചിട്ട് ഖബറിൻ്റെ അടുത്ത് അബ്ദുൽ മുത്തലിബും ബാക്കിയുള്ള ആളുകളും അവരുടെ മരണവും പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കാം. ബാക്കിയുള്ള ഖുറൈശികൾ ഇതിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ, ഇവിടെ എന്താ സംഭവിക്കുന്നതെന്നൊക്കെ. പക്ഷെ അവർ വെള്ളം കൊടുക്കാൻ വേണ്ടി തയ്യാറായില്ല. അങ്ങനത്തെ മനസ്സിൻ്റെ ആൾക്കാരായിരുന്നു അവർ. അങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ മരണവും കാത്തിരിക്കുന്നതിനിടയ്ക്ക് അബ്ദുൽ മുത്തലിബിന് പിന്നീട് ഒരു അഭിപ്രായം തോന്നി, അല്ല, നമ്മൾ എന്താ ഈ ചെയ്യുന്നത്? അള്ളാഹുവിൻ്റെ ഭൂമി വിശാലമല്ലേ, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനല്ലേ. അദ്ദേഹം പറഞ്ഞു, ഇന്ന ഇൽഖാഅനാ ബി ഐദീന ഹാകദാ ലിൽ മൗതി ലാ നദ്രിബു ഫിൽ അർളി ലാ നബ്തഗി ലി അൻഫുസിനാ ലഅജ്സുൻ. ഇങ്ങനെ തീരെ അധ്വാനിക്കാതെ വെള്ളത്തിന് വേണ്ടി അന്വേഷിച്ചുകൊണ്ടുള്ള ഒരു ചെറിയ ശ്രമമെങ്കിലും നമ്മൾ നടത്താതെ മരണത്തിന് വേണ്ടി നമ്മളിങ്ങനെ ഇട്ടുകൊടുക്കുക എന്നുള്ളത് അതൊരു അശക്തതയല്ലേ, ഒരു ഭീരുത്വമല്ലേ, ഒരു ധൈര്യമില്ലായ്മയല്ലേ? അള്ളാഹിൻ്റെ ഭൂമി വിശാലമല്ലേ. ഫഅസാ അൻ യർസുഖനാ മാ ബിബഅദിൽ ബിലാദ്. ചിലപ്പോൾ കുറച്ച് മുന്നോട്ട് യാത്ര ചെയ്താൽ അള്ളാഹു നമുക്ക് വെള്ളം തന്നാലോ എന്ന ഒരു ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരികയും മുമ്പത്തെ അഭിപ്രായം അദ്ദേഹം മാറ്റിയിട്ട് പറഞ്ഞു, നമ്മളിങ്ങനെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല, മരണത്തിന് വേണ്ടി നമ്മൾ ഇട്ടുകൊടുക്കുന്നത് ഒരു ഭീരത്വമാണ്, അതൊരു അശക്തതയാണ്, അതുകൊണ്ട് നമുക്ക് എഴുന്നേൽക്കാം, യാത്ര ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവർ പതുക്കെ എഴുന്നേൽക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാവരോടും എഴുന്നേൽക്കാൻ പറഞ്ഞു. അവരൊക്കെ അവരുടെ വാഹനത്തെ എഴുന്നേൽപ്പിച്ചു. അതിൻ്റെ പുറത്ത് കയറി യാത്ര തുടങ്ങി. അവർ യാത്ര ഇങ്ങനെ തുടങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് അബ്ദുൽ മുത്തലിബ് അദ്ദേഹത്തിൻ്റെ വാഹനത്തെ ഇങ്ങനെ എഴുന്നേൽപ്പിച്ചിട്ട് അതിൻ്റെ പുറത്തേറി ഇങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പം ആ വാഹനം എഴുന്നേറ്റ് കാലിങ്ങനെ എടുത്ത് മുന്നിലേക്ക് വെച്ചപ്പം സുബ്ഹാനല്ലാഹ്, ഇത് ഇബ്നു ഇസ്ഹാഖും ഇബ്നു ഹിഷാമും ഒക്കെ ഉദ്ധരിക്കുന്ന റിവായത്തുകൾ ഞാനിപ്പോൾ വായിക്കുന്നത് ഇബ്നു കസീർ റഹിമഹുള്ളയുടെ അൽ ബിദായ വന്നഹായിൽ നിന്ന് ഡയറക്റ്റ് വായിക്കാം. ആ അബ്ദുൽ മുത്തലിബ് തൻ്റെ വാഹനത്തെ ഇങ്ങനെ എഴുന്നേൽപ്പിച്ച് നടത്തിയപ്പം പെട്ടെന്നുണ്ട് ആ വാഹനത്തിൻ്റെ കാലിൻ്റെ അടിയിൽ നിന്ന് തെളിഞ്ഞ നീരിൻ്റെ ഒരു ഉറവ പൊട്ടിയിട്ട് വെള്ളം വരുന്നു. സുബ്ഹാനല്ലാഹ്.
മരുഭൂമിയിൽ വെള്ളം ഒരിക്കലും സംഭവ്യമല്ലാത്ത തരത്തിൽ ഒരു മഹാത്ഭുതം അബ്ദുൽ മുത്തലിബിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. ഖുറൈശികളൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുക. മരുഭൂമിയുടെ നടുക്ക് ചുട്ടുപഴുത്ത് നിൽക്കുന്ന മണൽത്തരികളുടെ ഇടയിൽ നിന്ന് ഒട്ടകത്തിൻ്റെ കാലിൻ്റെ അടിയിൽ നിന്ന് ഒരു തെളിഞ്ഞ നീരുറവ പൊട്ടിയൊഴുക്കുന്നു. നിങ്ങളത് ആലോചിച്ച് നോക്കിയാൽ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലിൻ്റെ അടിയിൽ നിന്ന് വെള്ളം പൊട്ടി ഉറവ വന്ന് സംസമിൻ്റെ ചരിത്രങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ഈ സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇത് ഞാൻ വായിച്ചു നോക്കുമ്പോൾ എല്ലാ കിതാബുകളിലും പറഞ്ഞിട്ടുണ്ട്, ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ പരാമർശിക്കപ്പെട്ട സംഭവമാണ്, നമുക്കിതുവരെ അറിയില്ല. അപ്പോൾ ഏതായാലും ഇത് കണ്ടപ്പം മുശ്രിക്കീങ്ങൾക്ക് ഖുറൈശികൾക്കെല്ലാം ഭയങ്കര അത്ഭുതമായി. അബ്ദുൽ മുത്തലിബിനും സംഘത്തിനും ഭയങ്കര സന്തോഷം. ഫക്കബ്ബറ വക്കബ്ബർ വക്കബ്ബറ അസ്ഹാബുഹു. അബ്ദുൽ മുത്തലിബിൻ്റെ ആളുകളും തക്ബീർ ധ്വനികളും മുഴക്കാൻ തുടങ്ങി. അവരെല്ലാവരും വാഹനപ്പുറത്ത് നിന്ന് ഇറങ്ങി അവരാവോളം വെള്ളം കുടിച്ചു. അപ്പോൾ ഈ ബാക്കിയുള്ള ഖുറൈശികൾ ഇങ്ങനെ മടിച്ച് അതിൻ്റെ പരിസരത്ത് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. അവരെടുക്കലും വെള്ളം കുറവാണ്, യാത്ര ഇനി ഒരുപാട് ദൂരമുണ്ട്, അതുകൊണ്ടാണ് അവർ വെള്ളം കൊടുക്കാതിരുന്നത്. അപ്പോൾ അവരിങ്ങനെ മടിച്ച് അടുക്കാൻ പറ്റുമോ ഇല്ല, കാരണം അവർക്കൊരു ഗിൽറ്റി ഫീൽ ഉണ്ട്, കാരണം നേരത്തെ വെള്ളം ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ അടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നിങ്ങനെ മടിച്ചിരിക്കുന്നതിനിടയിൽ അബ്ദുൽ മുത്തലിബ് ഇത് കണ്ടു. അബ്ദുൽ മുത്തലിബ് എന്താ ചെയ്തത്? നമ്മളെപ്പോലെ വാടാ കാണിച്ചു തരാം, ഇത്രയും നേരത്തെല്ലാം ഞാൻ വെള്ളം ചോദിച്ചപ്പോൾ എന്തായിരുന്നു നിൻ്റെ ഡിമാൻഡ്, എന്തായിരുന്നു നിൻ്റെ അഹങ്കാരം, ഇപ്പം എനിക്ക് വെള്ളം വേണമല്ലേ, കാണിച്ചു തരാം എന്ന് പറയായിരുന്നു. അല്ല, കാരണം എന്താ, അബ്ദുൽ മുത്തലിബ് റഹ്മത്തുല്ലിൽ ആലമീൻ്റെ ഉപ്പാപ്പയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരുണ്യത്തിൻ്റെ തിരുദൂതരുടെ ഉപ്പയുടെ ഉപ്പയാണ് അബ്ദുൽ മുത്തലിബ്. അതുകൊണ്ട് തന്നെ അബ്ദുൽ മുത്തലിബും അതുപോലെ സോഫ്റ്റ് സ്വഭാവമുള്ള ആളായിരുന്നു. അവരിങ്ങനെ മടിച്ചിരിക്കുന്നിട്ട് അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഹലുമ്മു ഇലൽമാ, ബാ വെള്ളത്തിൻ്റെ അടുത്തേക്ക് വാ, ഫഖദ് സഖാൻ അള്ളാഹുവാണ് നമുക്കിത് കുടിപ്പിക്കുന്നത്, ബാ നിങ്ങളെടുത്തു, ആരും മടിച്ചിരിക്കണ്ടെന്ന് പറഞ്ഞ് കുറച്ച് മുമ്പ് തങ്ങൾക്ക് വെള്ളം തരാതെ മരണത്തിലേക്ക് തള്ളിവിട്ട ആളുകൾക്ക് തന്നെ അദ്ദേഹം വെള്ളം കൊടുത്തു. അതായിരുന്നു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാപ്പയുടെ സ്വഭാവം. അങ്ങനെ അവരെല്ലാവരും വന്നു, ആവോളം വെള്ളം കുടിച്ചു, അവരുടെ വയറ് നിറച്ചു, അവരുടെ പാത്രത്തിൽ അവർ വെള്ളം നിറച്ചു. എന്നിട്ട് അവരെല്ലാവരും അബ്ദുൽ മുത്തലിബിൻ്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, വല്ലാഹി ഖദ് ഖുദിയ ലക അലൈന. അബ്ദുൽ മുത്തലിബെ തീരുമാനമായി, ഇനി ജോത്സ്യത്തെയും വേണ്ട, പ്രശ്നവും നോക്കണ്ട, യാത്രയും ചെയ്യേണ്ട, ഒന്നും വേണ്ട. വല്ലാഹി മാ നുഖാസിമുക ഫീ സംസം അബദ. ഒരു കാലത്തും ഒരിക്കലും സംസമിൻ്റെ വിഷയത്തിൽ ഞങ്ങൾ ഇന്ന് എന്നോട് തർക്കിക്കുകയില്ല. എന്നിട്ട് അവർ പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്നല്ലദീ സഖാക ഹാദൽ മാഅ ബിഹാദിഹിൽ ഫലാത്ത് ഹുവല്ലദീ സഖാക സംസം. ഈ മരുഭൂമിയിൽ വെച്ച് ഈ ഒട്ടകത്തിൻ്റെ കാലിൻ്റെ അടിയിൽ നിന്ന് ചുട്ടുപഴുത്ത മണലിൽ നിന്ന് നിനക്ക് വെള്ളം കുടിപ്പിച്ചവനായ റബ്ബില്ലേ, ആ റബ്ബാണ് നിനക്ക് സംസം നൽകിയത്. അല്ലാഹു അക്ബർ. അത് യാതൊരു സംശയവുമില്ല. ഈ ചുട്ടുപഴുത്ത മണൽത്തരിയിൽ നിന്ന്, മരുഭൂമിയിൽ നിന്ന് നിനക്ക് വെള്ളം തന്ന റബ്ബില്ലേ, ആ റബ്ബ് തന്നെയാണ് നിനക്ക് സംസമു നൽകിയത്. ഫർജ ഇലാ സിഖായതിക റാഷിദ. അതുകൊണ്ട് നിൻ്റെ ആ വെള്ളത്തിലേക്ക് നീ മടങ്ങിക്കൊള്ളുക, ഇനി നമുക്ക് ജോത്സ്യത്തിയുടെ അടുത്തൊന്നും പോകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ആ പ്രശ്നം അവിടെ പരിഹരിച്ചു. അങ്ങനെ അവരെല്ലാവരും മടങ്ങി തിരിച്ചെത്തി. പക്ഷേ തിരിച്ചെത്തിയപ്പം ഈ സംസം അവർ അബ്ദുൽ മുത്തലിബിന് സമ്മതിച്ചു കൊടുത്തെങ്കിലും, അതിലിനി ഞങ്ങൾ നിങ്ങളോട് അടി കൂടൂല എന്ന് പറഞ്ഞെങ്കിലും, ആ സംസം കിണറിൻ്റെ ഉള്ളിൽ വേറെ കുറച്ച് സാധനങ്ങളും കൂടിയുണ്ട്. വലിയ നിധി, അന്നത്തെ കോടിക്കണക്കിന് രൂപ വില മതിക്കുന്ന വലിയ വിലപിടിപ്പുള്ള സാധനങ്ങൾ അതിൻ്റെ കൂട്ടത്തിലുണ്ട്. 2 സ്വർണം കൊണ്ട് നിർമ്മിച്ച മാനിൻ്റെ പ്രതിമകളുണ്ട്, ഒരുപാട് വാളുകളും ആയുധ സാമഗ്രികളും അതിനകത്തുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ രണ്ടാമത് അബ്ദുൽ മുത്തലിബിനോടൊന്ന് വീണ്ടും തർക്കം. വെറും കുഴപ്പം തന്നെ. അവർ പറഞ്ഞു, ഇത് നിനക്ക് മാത്രം ഒറ്റക്കെടുക്കാൻ വേണ്ടി ഞങ്ങൾ സമ്മതിക്കൂല, ഇതിൽ ഞങ്ങൾക്ക് എന്തായാലും പങ്കുകാരണം. ഏതായാലും സംസം അത് നിനക്കുള്ളതാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പായി, പക്ഷേ ഈ സമ്പത്തിൽ നീ ഞങ്ങളെ പങ്കുകാരാക്കണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും കുഴപ്പമായിട്ട് അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നു. അദ്ദേഹം പറഞ്ഞു, ഇതിന് നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നത് പോലെ ഇതിനെ പരിഹരിക്കാം, നമുക്ക് നറുക്കിട്ടിട്ട് ആർക്കാണോ എന്താണോ വരുന്നത് അത് അയാൾ എടുക്കട്ടെ. അങ്ങനെ അവർ നറുക്കിടാൻ വേണ്ടി തീരുമാനിച്ചു. അവർ കാബയുടെ അടുക്കൽ ഹുബൽ എന്ന് പറഞ്ഞ അവരുടെ ഒരു ബിംബമുണ്ട്, ആ ബിംബത്തിൻ്റെ അടുക്കൽ പോയിട്ടാണ് സാധാരണഗതിയിൽ അവർ നറുക്കിടുക. ആ ബിംബത്തിൻ്റെ അടുക്കൽ പോയി നറുക്കിടുന്ന സമയത്ത് 3 കക്ഷികളാക്കി, നറുക്ക് 3 കക്ഷികൾക്കിടയിലാണ് ഇടുക. 1 കാബ, 2 അബ്ദുൽ മുത്തലിബ്, 3 ഖുറൈശികൾ. ആർക്കാണോ ഏത് സാധനം നറുക്ക് വീഴുന്നത് അയാൾ ആ സാധനത്തെ എടുക്കുക. അങ്ങനെ അവർ നറുക്കിട്ടപ്പം 2 സ്വർണത്തിൻ്റെ മാൻപേടകൾ അത് കാബയുടെ നറുക്കിലാണ് വീണ്. അപ്പോൾ അത് കാബ കൊടുത്തു. രണ്ടാമതിന് ബാക്കിയുള്ളത് ഏതാ? ബാക്കിയുള്ളത് വിഗ്രഹങ്ങളും അതുപോലെ തന്നെ
പടച്ചട്ടകളും പടയങ്കികളും ഉള്ളത്. രണ്ടാമത് നറുക്കിട്ടു. അത് നറുക്കിട്ടപ്പം അത് അബ്ദുൽ മുത്തലിബിൻ്റെ നറുക്കിലാണ് വീണത്. അത് മുഴുവനും അബ്ദുൽ മുത്തലിബിനും കിട്ടി, ഖുറൈശികൾക്കൊന്നും കിട്ടിയില്ല. അങ്ങനെ അബ്ദുൽ മുത്തലിബ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ തനിക്ക് കിട്ടിയ ഈ വാളും പടയങ്കികളും ആ ഇരുമ്പിൻ്റെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് കഅബയുടെ ഒരു വാതിൽ പണിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം അത് ഉപയോഗിച്ചു. അതേപോലെ തന്നെ സ്വർണം കൊണ്ടുള്ള മാനിൻ്റെ പ്രതിമ അത് കഅബയുടെ വാതിൽക്കൽ അദ്ദേഹം പ്രതിഷ്ഠിച്ചു. അതുപോലെ തന്നെ സംസം വെള്ളത്തിൻ്റെ വെള്ളം അദ്ദേഹം മുഴുവൻ ജനങ്ങൾക്കുമായിട്ടത് വഖഫ് ചെയ്യുകയും എല്ലാവർക്കും സൗജന്യമായിട്ട് വിതരണം ചെയ്യാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു. അപ്പോൾ ഇതായിരുന്നു സംസം കിണറിൻ്റെ വീണ്ടെടുപ്പിൻ്റെ ചരിത്രം. സംസം കിണർ രണ്ടാമത് അബ്ദുൽ മുത്തലിബിൻ്റെ കാലത്ത് കണ്ടെത്തപ്പെട്ടതിൻ്റെ ചരിത്രം. ഇവിടെ അബ്ദുൽ മുത്തലിബിൻ്റെ വലിയൊരു കറാമത്താണ്, അള്ളാഹു കൊടുത്ത വലിയൊരു ബഹുമതിയാണ് മരുഭൂമിയിൽ വെച്ച് അദ്ദേഹത്തിന് വേണ്ടി ഒരു വെള്ളത്തിൻ്റെ ഉറവ് പൊട്ടി എന്നുള്ളത്. ചരിത്രകാരന്മാർ ഈ ചരിത്രത്തെക്കുറിച്ച് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല അബ്ദുൽ മുത്തലിബിന് ഇത്രയും വലിയൊരു കറാമത്ത് നൽകിയത് അത് അബ്ദുൽ മുത്തലിബിൻ്റെ എന്തെങ്കിലും പ്രത്യേകതയുടെ പേരിലായിരുന്നില്ല. അബ്ദുൽ മുത്തലിബിനോടുള്ള എന്തെങ്കിലും പ്രത്യേക ഗുണത്തിൻ്റെയോ അല്ലെങ്കിൽ പ്രത്യേക കാര്യത്തിൻ്റെയോ പേരിലായിരുന്നില്ല അള്ളാഹു ഈ ബഹുമതി കൊടുത്തത്. മറിച്ച് അബ്ദുൽ മുത്തലിബ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാപ്പയായതിൻ്റെ പേരിൽ അള്ളാഹു ബഹുമാനിച്ചതായിരുന്നു. അല്ലാഹു അക്ബർ. അബ്ദുൽ മുത്തലിബിന് ഇത്രയും വലിയ കറാമത്ത് കിട്ടിയത്, ഇത്രയും വലിയ ബഹുമതി കിട്ടിയത് അത് അബ്ദുൽ മുത്തലിബിനോടുള്ള ബഹുമാനമായിരുന്നില്ല, മറിച്ച് അബ്ദുൽ മുത്തലിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാപ്പ ആയതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ചാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാപ്പയുടെ വാപ്പയായ അബ്ദുൽ മുത്തലിബിനെ അള്ളാഹു ഇത്രയും അധികം ബഹുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ആ അബ്ദുൽ മുത്തലിബിന് വേണ്ടിയിട്ട് അള്ളാഹു ഇത്രയും വലിയ അത്ഭുതങ്ങൾ ഭൂമിയിൽ സംഭവിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അള്ളാഹുവിൻ്റെ ബഹുമാനം എത്രയായിരിക്കും. അല്ലാഹു അക്ബർ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചരിത്രത്തിൽ നിന്നൊക്കെ. ഇങ്ങനെ ഓരോ ചരിത്രം മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അളമത്ത് വരുന്നത്, ബഹുമാനം വരുന്നത്. നമ്മുടെ മനസ്സിൽ നബി തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു മാറ്റം സംഭവിക്കുന്നത്. ഇതൊക്കെ അറിയാത്തത് കൊണ്ടാണ് നമുക്ക് ആ ഫീല് വരാത്തത്. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞത് എപ്പോഴും ഓർമ്മിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ഇങ്ങനെയുള്ള ചരിത്രങ്ങൾ കേൾക്കുമ്പോഴാണ് നബി തങ്ങളോട് അടുപ്പം വരുന്നത്, നബി തങ്ങളോട് ഇഷ്ടം വരുന്നത്, നബി തങ്ങളോട് മുഹബ്ബത്ത് വരുന്നത്, നബി തങ്ങളോട് ബഹുമാനം വരുന്നത്, നബി തങ്ങളെ കാണണമെന്ന് തോന്നുന്നത്. അള്ളാഹു തന്നെ എത്രമാത്രം നബി തങ്ങളെ ബഹുമാനിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് തൊട്ട് മുമ്പ് നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്ന് ഇങ്ങനെയുള്ള സംസം കിണറിൻ്റെ പുനർനിർമ്മാണമായിരുന്നു. രണ്ടാമതായി നടന്നത്, അപ്പം ഇങ്ങനെ ഈ ഖുറൈശികൾ ഇങ്ങനെ അബ്ദുൽ മുത്തലിബിനെ ഭയങ്കര ഇടങ്ങേറാക്കിയ സമയത്തൊക്കെ അബ്ദുൽ മുത്തലിബ് ഒറ്റയാണ്. അബ്ദുൽ മുത്തലിബും ഒരു മോനും മാത്രമേ ഉള്ളൂ, ഹാരിസും. അബ്ദുൽ മുത്തലിബിന് വേണ്ടിയിട്ട് പിന്നെ ന്യായം പറയാനോ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാനോ അദ്ദേഹത്തെ പിന്തുണക്കാനോ ആരുമില്ല. എപ്പോഴും എല്ലാവരും അബ്ദുൽ മുത്തലിബിനെതിരും. അപ്പോൾ അദ്ദേഹം ആ സമയത്ത് അള്ളാഹുവിന് വേണ്ടിയിട്ടൊരു നേർച്ച നേർന്നു. പടച്ചവനെ, എന്നെ സംരക്ഷിക്കാനും എന്നെ പിന്തുണക്കാനും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഒരു 10 മക്കളെ നീ എനിക്ക് നൽകുകയാണെങ്കിൽ, 10 ആൺമക്കളെ നീ എനിക്ക് നൽകുകയാണെങ്കിൽ അവരിൽ ഒരാളെ ഞാൻ നിനക്ക് വേണ്ടി ബലിയർപ്പിക്കാം എന്ന് ആ സമയത്തെ ബുദ്ധിമുട്ടിൻ്റെയും വിഷമത്തിൻ്റെ ഇടയിൽ അദ്ദേഹം അറിയാതെ നേർച്ച ചെയ്തു പോയി. ആർക്ക് നേർച്ച ചെയ്തു? അള്ളാഹുവിന് നേർച്ച ചെയ്തു. കുറച്ച് നാളുകൾ കഴിഞ്ഞു. ഇതാണ് രണ്ടാമത്തെ സംഭവം, ഞങ്ങളുടെ ജനനത്തിന് മുമ്പ് നടന്ന രണ്ടാമത്തെ സംഭവം. കുറച്ച് നാളുകൾ കഴിഞ്ഞു, വർഷങ്ങൾ ഒരുപാട് പിന്നിട്ടു. അബ്ദുൽ മുത്തലിബിന് ഒന്നിന് പുറകെ ഒന്നായി ആൺകുട്ടികൾ ജനിച്ചു. അവസാനം 10 ആൺകുട്ടികളായി. 10 ആൺകുട്ടികളും 6 പെൺകുട്ടികളാണ് അബ്ദുൽ മുത്തലിബിനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏകദേശം ഉപ്പയുടെ സഹോദരന്മാരായിട്ട് 9 പേരും ഉപ്പയുടെ സഹോദരിമാരായിട്ട് 6 പേരുമാണ് ഉള്ളത്. ഇൻഷാ അല്ലാഹ് അവരെക്കുറിച്ച് വേണമെങ്കിൽ ചെറിയ രീതിയിൽ പിന്നീട് സൂചിപ്പിക്കാം. അപ്പോൾ 10 ആൺമക്കൾ ജനിച്ചു. 10 ആൺമക്കൾ ജനിച്ചപ്പോൾ അബ്ദുൽ മുത്തലിബിന് പണ്ടത്തെ ഈ പണ്ടത്തെ ഈ നേർച്ച ഓർമ്മ വന്നു. അപ്പോൾ എന്താ ചെയ്തത്? അന്ന് ആവേശത്തിൽ ഒരു നേർച്ച നേർന്നുപോയി. ഇനിയിപ്പോൾ ആ നേർച്ചയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാകാനുള്ള ഫത്വ ആരോടോ ചോദിക്കുക എന്ന് അദ്ദേഹം ആലോചിക്കുകയാണോ ചെയ്തത്? നമ്മൾ സാധാരണ അങ്ങനെ ചെയ്യൽ, എങ്ങനെയെങ്കിലും ഒന്ന് കഴിച്ചിലാവാനുള്ള ഫത്വ എവിടെന്നെങ്കിലുമൊക്കെ ഒപ്പിച്ചുകൊണ്ട് വരും. നമ്മുടെ ഉപ്പ സാധാരണ പറയാറുണ്ട്, ഫത്വ എന്ന് പറഞ്ഞാൽ തന്നെ 10 വാന്ന. അതായത് ഒരു വായ കൊണ്ട് നമ്മൾ ഒരു വായിൻ്റെ അടുത്ത് പോയി നമ്മൾ ചോദിച്ചു, അയാൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഉത്തരം പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഒരു 10 വായിൻ്റെ അടുക്കൽ ഇങ്ങനെ മാറി ചോദിക്കും. അങ്ങനെ ഫത്വ ചോദിച്ച് ഏതെങ്കിലും ഒരു വായിൻ്റെ അടുക്കൽ നിന്ന് നമുക്ക് അനുകൂലമായ ഫത്വയും വാങ്ങിച്ചു വന്നിട്ട് നമ്മൾ അതിനനുസരിച്ച് അമൽ ചെയ്യും. അബ്ദുൽ മുത്തലിബ് എന്താ ചെയ്തത്? അബ്ദുൽ മുത്തലിബ് അങ്ങനത്തെ ചില്ലറക്കാരനൊന്നും ആയിരുന്നില്ല. അബ്ദുൽ മുത്തലിബ് പറഞ്ഞതായിരുന്നു, വാക്കായിരുന്നു. അപ്പം അള്ളാഹുവിനോട് സാധാരണഗതിയിൽ ജനങ്ങളോട് നടത്തുന്നിരുന്ന വാഗ്ദാനം തന്നെ പൂർത്തീകരിക്കുന്നതിൽ ഒരു മുടക്കവും വരുത്താത്ത ആളായിരുന്നു അബ്ദുൽ മുത്തലിബ്. അപ്പോൾ ഇവിടെ അള്ളാഹുവിന് കൊടുത്ത വാക്ക്, അള്ളാഹുവിന് നേർന്ന നേർച്ചയാണ്.
അതുകൊണ്ട് തന്നെ അബ്ദുൽ മുത്തലിബ് ആ നേർച്ച പൂർത്തീകരിക്കാൻ തീരുമാനിച്ചു. 10 മക്കളെ ഒരുമിച്ച് കൂട്ടി തൻ്റെ നേർച്ചയെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു. നിങ്ങളിൽ ഒരാളെ ഞാൻ ആ ബലി അറുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ മക്കൾക്കാർക്കും എതിർപ്പില്ലായിരുന്നു കേട്ടോ. നല്ല വാപ്പയാണെങ്കിൽ നല്ല മക്കളായിരിക്കും. മക്കൾക്ക് ആർക്കും എതിർപ്പില്ലായിരുന്നു. അവർ സമ്മതിച്ചു, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ചെയ്തുകൊള്ളുക, ഞങ്ങൾ ആര് വേണമെങ്കിലും കഴുത്ത് നീട്ടി തരാൻ വേണ്ടി റെഡിയാണ്. എന്ത് ചെയ്യും, ആരെ തിരഞ്ഞെടുക്കും? അപ്പോൾ പിന്നെ നേരത്തെ സൊല്യൂഷൻ തന്നെയാണ് ആ വിഷയത്തിലും അവർ കണ്ടത്. നേരെ ഹുബൽ എന്ന വിഗ്രഹത്തിൻ്റെ അടുക്കൽ പോവുക, അവിടെ ചെന്നിട്ട് നറുക്കിടുക, ആരുടെ മേലാണോ നറുക്ക് വീഴുന്നത് അയാൾ അറുക്കുക. അങ്ങനെ ഇവരെല്ലാവരും കൂടി കഅബയുടെ അടുത്ത് പോയി. അദ്ദേഹം ആദ്യം ഒരുപാട് അള്ളാഹുവിനോട് ദുആ ചെയ്യും കേട്ടോ. അവർ അന്ന് അള്ളാഹുവിൽ വിശ്വാസം നന്നായിട്ടുണ്ട്. നമുക്കൊക്കെ ആ സംഭവങ്ങളൊക്കെ അറിയാം. അള്ളാഹുവിലുള്ള വിശ്വാസം നന്നായിട്ടുണ്ട്. അവർ വലിയ വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ വിളിച്ചിരുന്നതും അള്ളാഹുവിനെ തന്നെയായിരുന്നു. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബാക്കിയുള്ള വിഗ്രഹങ്ങൾക്കും കഴിവുണ്ട് എന്ന് വിശ്വസിക്കുകയും ആ കഴിവുണ്ട് എന്ന വിശ്വാസത്തിൻ്റെ പേരിൽ അതിനെ വിളിച്ച് ആരാധിക്കുകയും ചെയ്തിരുന്നവരായിരുന്നു മുശ്രിക്കീങ്ങൾ അന്നത്തെ. അബ്ദുൽ മുത്തലിബ് അതുപോലെ തന്നെ. അപ്പോൾ അബ്ദുൽ മുത്തലിബ് അവിടെ പോയി അള്ളാഹുവിനോട് കുറേ ദുആ ചെയ്ത് അവസാനം നറുക്കിട്ടു. നറുക്കിട്ടപ്പം നറുക്ക് വീണത് അബ്ദുൽ മുത്തലിബിന് ഏറ്റവും ഇഷ്ടമുള്ള, അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളിൽ ഏറ്റവും ഇളയ ആളായ, അല്ലെങ്കിൽ അന്ന് അബ്ദുൽ മുത്തലിബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കുട്ടിയായ അബ്ദുള്ളയുടെ മേലാണ് അന്ന് നറുക്ക് വീണത്. അല്ലാഹു അക്ബർ. അപ്പോൾ അബ്ദുൽ മുത്തലിബ് ആ ചരിത്രത്തിൽ വരുന്നുണ്ട്, ചില കിതാബുകൾ അത് ഞാൻ വായിച്ചിട്ടുണ്ട്. അബ്ദുൽ മുത്തലിബ് തന്നെ പറയുന്നുണ്ട്, ഇപ്പം എനിക്ക് ഉറപ്പായി ഇത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലാണെന്ന്. കാരണം അള്ളാഹു ആണ് നേരിട്ട് ഇതിൽ ഇടപെട്ടതെങ്കിൽ, അള്ളാഹു ആണ് കാര്യം തീരുമാനിക്കുന്നതെങ്കിൽ അബ്ദുള്ളയല്ലാതെ വേറൊരാൾക്ക് നറുക്ക് വീഴില്ലായിരുന്നു. കാരണം എനിക്ക് അബ്ദുള്ളയോടുള്ള സ്നേഹം അള്ളാഹുവിനറിയാം. അപ്പം അള്ളാഹു എന്നെ പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ അബ്ദുള്ളയിൽ തന്നെ ആയിരിക്കും എന്നെ പരീക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പം ഇപ്പം എനിക്ക് ഉറപ്പായത് ഇത് അള്ളാഹുവിൻ്റെ നേരിട്ടുള്ള ഇടപെടലാണ്. കാരണം അതല്ല എങ്കിൽ കോയിൻസിഡൻസ് ആയിട്ട് വന്നതാണെങ്കിൽ വേറെ ആരുടെങ്കിലും പേര് വരുമായിരുന്നു. പക്ഷേ ഇത് അബ്ദുള്ളയുടെ തന്നെ പേര് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി അള്ളാഹു അവനോടുള്ള എൻ്റെ ഇഷ്ടത്തെ പരീക്ഷിക്കുന്നത് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മോൻ്റെ വിഷയത്തിലായിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പക്ഷേ അബ്ദുള്ള ഇഷ്ടപ്പെട്ട മോനാണെങ്കിലും അബ്ദുള്ളയെ അറുക്കാൻ വേണ്ടി മനസ്സിൻ്റെ ഉള്ളിൽ വിഷമമുണ്ടെങ്കിലും അള്ളാഹുവിനോട് നേർന്ന നേർച്ചയായതുകൊണ്ട് അബ്ദുൽ മുത്തലിബ് ഒട്ടും പതറിയില്ല. അബ്ദുള്ളയുടെ കൈ പിടിച്ചിട്ട് നേരെ നമ്മൾ പറഞ്ഞല്ലോ ബലിയറുക്കുന്ന സ്ഥലമുണ്ട്, ഇസാഫ് നായില എന്ന് പറഞ്ഞ 2 വിഗ്രഹങ്ങളുടെ ഇടയിലേക്ക് പോവുകയും അവിടെ അബ്ദുള്ളയെ കടത്തിയിട്ട് അറുക്കാൻ വേണ്ടി പോവുകയും ചെയ്തു, കൈവാളൊക്കെ എടുത്തിട്ട്. ഇതൊക്കെ കണ്ട് കുറേശികൾ ഓടി അബ്ദുൽ മുത്തലിബിൻ്റെ അടുക്കലേക്ക് വന്നിട്ട് അബ്ദുൽ മുത്തലിബിൻ്റെ കൈക്ക് പിടിച്ചു. അബ്ദുൽ മുത്തലിബ്, എന്ത് പിരാന്താ നീ കാണിക്കുന്നത്? അബ്ദുള്ള, ഈ മോനെ നോക്കിയാൽ ഈ മുഖം കണ്ടാൽ നിനക്ക് അറുക്കാൻ തോന്നുമോ? എങ്ങനെയാണ് നീ കുട്ടിയെ അറുക്കുക? നീ എങ്ങനെയാണ് ഇത് ചെയ്യുക? ഇതൊരിക്കലും ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചു. അതുപോലെ തന്നെ അബ്ദുള്ളയുടെ ബാക്കിയുള്ള സഹോദരന്മാരും അബ്ദുൽ മുത്തലിബിൻ്റെ കൈ പിടിച്ചു. ഒരിക്കലും നിങ്ങൾ ഇത് ചെയ്യരുത്, നിങ്ങളിങ്ങനെ അറുക്കരുത്. കാരണം അവർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു ന്യായം, ഇതുവരെയും ഇങ്ങനെ ഒരു രീതി കുറേശികൾക്കിടയിലോ മക്കാർക്കിടയിലോ ഇല്ല. സാധാരണ മൃഗങ്ങളെ ഞങ്ങൾ ബലിയർപ്പിക്കാറുണ്ട്, മക്കളെ ബലിയർപ്പിക്കുന്ന ഒരു രീതി കുറേശികൾക്കിടയിലില്ല. എങ്ങാനും കുറേശികളുടെ നേതാവായ നീ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഇത് തുടങ്ങി വെച്ച് കൊടുത്താൽ നാളെ മറ്റന്നാളെ ബാക്കിയുള്ളവരും ഇങ്ങനെ നേർച്ചയാക്കും, അവരുടെ മക്കളെ ഇവിടെ അറുക്കാൻ വേണ്ടി തുടങ്ങും. പിന്നെ കഅബയുടെ അടുക്കൽ മനുഷ്യരെ ബലിയർപ്പിക്കുന്ന ഒരു വലിയ കേന്ദ്രമായി മാറും. അതുകൊണ്ട് അങ്ങനെ ഒരു പുതിയ ചര്യയെ നീ തുടങ്ങി കൊടുക്കരുത് എന്ന് പലരും പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം പിന്തിരിഞ്ഞില്ല. അദ്ദേഹം ഉറച്ചു നിന്നു. അദ്ദേഹം വാളെടുത്തിട്ട് അദ്ദേഹത്തെ അബ്ദുള്ളയെ വെട്ടാൻ വേണ്ടി ശ്രമിച്ചു. ഇബ്നു ഇസ്ഹാഖ് റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നുണ്ട്, ആ കാലിൻ്റെ ഇടയിൽ നിന്ന് വെട്ടാൻ വേണ്ടി പോയെടുത്തുനിന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് അബ്ദുള്ളയെ പിടിച്ചു വലിച്ച് ബാക്കോട്ടേക്ക് എടുക്കുന്നത്. ആ ബാക്കോട്ടേക്ക് എടുക്കുന്ന സമയത്ത്, ആ പിടിച്ചു വലിയുടെ സമയത്ത് അബ്ദുള്ളയുടെ മുഖത്ത് ചെറിയൊരു മുറിവുണ്ടാകുകയും ആ മുറിവിൻ്റെ അടയാളം മരിക്കുന്നത് വരെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിലനിന്നിരുന്നു എന്ന് ചരിത്രത്തിൽ വരുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ബാക്കിയുള്ള സഹോദരന്മാരും അബ്ദുള്ളയുടെ ബാക്കിയുള്ള സഹോദരന്മാരും ഖുറൈശികളൊക്കെ പലതും പറഞ്ഞ് അബ്ദുൽ മുത്തലിബിൻ്റെ കൈക്ക് പിടിച്ച് ഇങ്ങനെ ബലിയെറുക്കാൻ വേണ്ടി സമ്മതിച്ചില്ല. മറ്റേ ന്യായം പറഞ്ഞപ്പോൾ ബാക്കിയുള്ളവരും ഇതിനെ അനുകരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അബ്ദുൽ മുത്തലിബിനും അത് ശരിയാന്ന് തോന്നി. ശരിയാണ്, ഞാൻ മകനെ അറുത്താൽ പിന്നീട് ഇതൊരു മനുഷ്യ ബലിയുടെ കേന്ദ്രമായി മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യും? അവർ കൂടി ആലോചിച്ചപ്പോൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് പണ്ട് നമ്മൾ സംസമിൻ്റെ വിഷയത്തിൽ ചെയ്തതുപോലെ, ഇതൊരു വലിയ വിഷയമാണല്ലോ, നീ ഒരു കാര്യം ചെയ്യും, ഏതെങ്കിലും ഒരു ജ്യോത്സ്യത്തിയുടെ അടുക്കിലേക്ക് പോവുക. അവിടെ ചെന്നിട്ട് അയാൾ അല്ലെങ്കിൽ അവൾ എന്താണോ പറയുന്നത് ആ തീരുമാനം അനുസരിച്ച് നീ ചെയ്യാം. ഇനി അവൾ അറുക്കണമെന്നാണ് പറയുന്നതെങ്കിൽ നമുക്ക് അറുക്കാം, അല്ലെങ്കിൽ അവർ അറുക്കണ്ട വേറെ എന്തെങ്കിലും സൊല്യൂഷനാണ് പറയുന്നത് അത് ചെയ്യാം. അപ്പോൾ അവരങ്ങനെ സമ്മതിച്ചു. അങ്ങനെ അവർ ഏകദേശം ഹിജാസിലുള്ള ഒരു പ്രശ്നം നോക്കുന്ന ജ്യോത്സ്യത്തിയായ ഒരു സ്ത്രീയുടെ അടുക്കലേക്ക് പോയി. അത് സജാഹാണെന്ന് ചില ഗ്രന്ഥങ്ങളിലൊക്കെ കാണുന്നുണ്ട്. സജാഹ് എന്ന് പറയുന്ന സ്ത്രീ ഖൈബറിലായിരുന്നു അവർ ആ സമയത്ത് ഉണ്ടായിരുന്നതെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഏതായാലും അവരുടെ അടുക്കൽ ഒരു പ്രത്യേകതരം ജിന്ന് വരുമെന്ന് സാധാരണ ആളുകളൊക്കെ പറയാറുണ്ട്. ആ ജിന്ന് പറയുന്നതിനനുസരിച്ചിട്ട് അവർ ഓരോ കാര്യം പറയും, അതനുസരിച്ചിട്ട് അന്നത്തെ ആളുകൾ അമലുകൾ ചെയ്തിരുന്നു. അപ്പോൾ ഈ സജാഹിൻ്റെ അടുക്കലേക്ക് ഇവർ പോകാൻ വേണ്ടി തീരുമാനിച്ചു. അബ്ദുൽ മുത്തലിബും കൂട്ടരും ഒക്കെ സജാഹിൻ്റെ അടുക്കലേക്ക് പോയി. സജാഹ് പ്രശ്നങ്ങളൊക്കെ കേട്ടിട്ട് പറഞ്ഞു,
ഇന്ന് നിങ്ങൾ പോവുക, നാളെ തിരിച്ചു വരിക, എൻ്റെ ജിന്ന് വരുമ്പോൾ എൻ്റെ ശൈത്താൻ വരുമ്പോൾ ഞാൻ അവരോട് ചോദിച്ചിട്ട് നിങ്ങൾക്കൊരു വിധി പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. അന്ന് ചരിത്രത്തിൽ കാണാം, ഇബ്നു കസീർ റഹിമുള്ള, ഇബ്നു ഇസ്ഹാഖ് റഹിമുള്ളയിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്, അന്ന് രാത്രി അബ്ദുൽ മുത്തലിബ് കുറേ നേരം കരഞ്ഞ് അള്ളാഹുവിനോട് ദുആയിലായിട്ട് ചെലവഴിച്ചു എന്നാണ്. പിറ്റേന്ന് രാവിലെ അബ്ദുൽ മുത്തലിബ് നേരെ എവിടെ പോയി? സജാഹിൻ്റെ അടുക്കലേക്ക് പോയി. ആളുകളൊക്കെ ഇങ്ങനെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുക. സജാഹ് പറഞ്ഞു, എൻ്റെ ആൾ വന്നു, അതിനൊരു പ്രതിവിധി പറഞ്ഞിട്ടുണ്ട്. കമിദ്ദിയതു ഫീക്കും, നിങ്ങളിൽ സാധാരണ നഷ്ടപരിഹാരമായിട്ട് അറിയാതെ നമ്മളിപ്പോൾ ഈ ഗോത്രത്തിൽ നിന്ന് മറ്റൊരു ഗോത്രത്തിലെ ആളെ അറിയാതെ കൊല ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ അറിയാതെ നടത്തിയ കൊലക്ക് നഷ്ടപരിഹാരമായിട്ട് നിങ്ങൾ സാധാരണ എന്താണ് നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചു. അപ്പോൾ നഷ്ടപരിഹാരത്തിന് ഞങ്ങൾ 10 ഒട്ടകത്തെയാണ് നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ സൊല്യൂഷൻ എന്ന രീതിയിൽ ഇവർ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ഒരു ഭാഗത്ത് അബ്ദുള്ളയെ നിർത്തുക, മറുഭാഗത്ത് 10 ഒട്ടകങ്ങളെ നിർത്തുക, എന്നിട്ട് നിങ്ങൾ നറുക്കിടുക. നറുക്ക് 10 ഒട്ടകങ്ങളിലാണ് വീണതെങ്കിൽ 10 ഒട്ടകങ്ങളെ അറുക്കുക, പ്രശ്നം പരിഹരിച്ചു. ഇനി അഥവാ നറുക്കിടുമ്പം നറുക്ക് വീണത് അബ്ദുള്ളയിലാണെങ്കിൽ വീണ്ടും ഒരു 10 ഒട്ടകങ്ങളെ നിങ്ങൾ ഇവിടെ അധികരിപ്പിക്കുക. അപ്പോൾ എത്രയായി? 20 ആവും. വീണ്ടും നറുക്കിടുക, നറുക്കിട്ടിട്ട് ഒട്ടകത്തിൻ്റെ മേലെ വീണമെങ്കിൽ ആ 20 ഒട്ടകത്തെ ഇറക്കുക. ഇനി അബ്ദുള്ളയുടെ മേലാണ് വീണതെങ്കിൽ വീണ്ടും ഒരു 10 എണ്ണത്തെ കൂടി അധികരിപ്പിക്കുക, 30 എണ്ണവും. അങ്ങനെ ഇവിടെ അബ്ദുള്ളയുടെ മേലെ വീഴുന്നത് വരെ, ഒട്ടകത്തിൻ്റെ മേലെ വീഴുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യുക? 10 എണ്ണം ഇങ്ങനെ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കാം. എപ്പോഴാണോ നറുക്ക് ഒട്ടകത്തിൻ്റെ മേൽ വീഴുന്നത്, അപ്പോൾ ഈ ഒട്ടകം എത്ര എണ്ണം ഉണ്ടോ അത്ര എണ്ണത്തെ അറുക്കുക. മനസ്സിലായോ? നറുക്കിടണം. അബ്ദുള്ളേൻ്റെ മേലെ വീണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒട്ടകത്തെ ഇവിടെ അധികരിപ്പിച്ചിട്ട് വീണ്ടും നറുക്കിടണം. ഒട്ടകത്തിൻ്റെ മേലെ വീണെങ്കിലോ ആ ഒട്ടകത്തിൻ്റെ മേലെ നറുക്ക് വീഴുന്ന സമയത്ത് എത്ര ഒട്ടകമാണ് ഉള്ളത് അത്രയും ഒട്ടകത്തെ അറുക്കണം. അങ്ങനെ അവർ തിരിച്ച് മക്കത്തേക്ക് പോയി അബ്ദുള്ളനെ നിർത്തി 10 ഒട്ടകത്തെ നിർത്തി. ആദ്യം നറുക്കിട്ടു. നറുക്ക് വീണത് ആരുടെ മേല? അബ്ദുള്ളയുടെ മേൽ. 20 ഒട്ടകത്തെയാക്കി. വീണ്ടും നറുക്കിട്ടു. നറുക്ക് അബ്ദുള്ളയുടെ മേൽ 30 ഒട്ടകത്തെയാക്കി. വീണ്ടും നറുക്കിട്ടു. നറുക്ക് അബ്ദുള്ളയുടെ മേൽ 40 ഒട്ടാക്കി. അങ്ങനെ ഇട്ട് അബ്ദുള്ളയുടെ മേലെ തന്നെ വരുന്നു. അവസാനം ഒട്ടകത്തിൻ്റെ എണ്ണം 100ആയി. ഓരോ തവണ നറുക്കിടുമ്പോഴും അബ്ദുൽ മുത്തലിബ് അവിടെ എഴുന്നേറ്റ് നിന്ന് കരഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. 100 ഒട്ടകമായി. അങ്ങനെ പിന്നെ അടുത്ത തവണ അവർ നറുക്കിട്ടപ്പം അത് ഒട്ടകത്തിൻ്റെ മേലെ വീണു. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അവർ വിളിച്ച് അബ്ദുൽ മുത്തലിബിന് സന്തോഷ വാർത്ത അറിയിച്ചു. റളിയ റബ്ബുക യാ അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബേ നിൻ്റെ റബ്ബ് നിന്നിൽ തൃപ്തനായിരിക്കുന്നു. ദാ ഒട്ടകത്തിൻ്റെ മേലെ നറുക്ക് വീണിരിക്കുന്നു. 100 ഒട്ടകമാണ് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. 100 ഒട്ടകത്തെ അർത്താൻ മതി എന്ന് പറഞ്ഞു. ആ സമയത്ത് കിതാബിലുണ്ട്, ആ സമയത്ത് അബ്ദുൽ മുത്തലിബിൻ്റെ ആ ദൃഢത, വിശ്വാസത്തിലുള്ള ഉറപ്പ് നോക്കണേ. അദ്ദേഹം പറഞ്ഞു, പോരാ, ഒരു പ്രാവശ്യം നിങ്ങളെല്ലാം നറുക്കിടും, 3 പ്രാവശ്യം ഇനിയും കൂടി നറുക്കിട്, എന്നിട്ട് ഉറപ്പാവട്ടെ, ഇതൊരു കോയിൻസിഡൻസ് ആയിട്ട് സംഭവിക്കാൻ പാടില്ല. ഇനി 3 പ്രാവശ്യം നിങ്ങൾ നറുക്കിട്. ആ 3 പ്രാവശ്യവും ഒട്ടകത്തിൻ്റെ മേലാണ് വീണതെങ്കിൽ ഞാൻ 100 ഒട്ടകത്തെ അറുക്കാം. ഇനി അതല്ല പിന്നെയും അബ്ദുള്ളയുടെ മേലെ വീണുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയും ഒട്ടകത്തെ എക്സ്ട്രാക്ക് എന്ന് പറഞ്ഞ് അദ്ദേഹം വീണ്ടും 3 പ്രാവശ്യം കൂടി ആ ഒട്ടകത്തിൻ്റെ മേലെ 3 പ്രാവശ്യം കൂടി നറുക്കിടിയിപ്പിച്ചു. ആ 3 പ്രാവശ്യവും ഒട്ടകത്തിൻ്റെ മേലെ തന്നെ വന്നപ്പോൾ ഇത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനമാണെന്ന് അദ്ദേഹം ഉറപ്പിക്കുകയും അങ്ങനെ 100 ഒട്ടകത്തെ അറക്കുകയും ചെയ്തു. അള്ളാഹു അക്ബർ. എങ്ങനെയെങ്കിലും അങ്ങ് കഴിച്ചിലാവാൻ നോക്കുകയായിരുന്നില്ല, എങ്ങനെയെങ്കിലും അങ്ങ് സ്കൂട്ടാവാൻ നോക്കുകയായിരുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെയെങ്കിലുമൊക്കെ ഫത്വ ഒപ്പിച്ചിട്ട് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നില്ല. അദ്ദേഹം ഉറപ്പിച്ചു. ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അമൽ ചെയ്തു. അങ്ങനെ ആ 100 ഒട്ടകങ്ങളെ അറുക്കുകയും അതിനെ മുഴുവൻ സംഭാവന ചെയ്യുകയും ചെയ്തു. അതിലേക്ക് വരുന്ന ഒരാളെയും തടഞ്ഞു മാറ്റപ്പെടുമായിരുന്നില്ല. അത് മനുഷ്യരാകട്ടെ, മൃഗങ്ങളാകട്ടെ, വന്യമൃഗങ്ങളാകട്ടെ, ആരാകട്ടെ, വരുന്നവർക്കൊക്കെ അതിൻ്റെ പങ്കും ഓഹരിയും പറ്റിയിട്ട് പോകാമായിരുന്നു. എല്ലാവർക്കും കൊടുക്കുകയും 3 ദിവസം അതിനെ പൂർണ്ണമായിട്ട് വിഭജിക്കുകയും ചെയ്തു. അങ്ങനെ ആ 2ാമത്തെ സംഭവം നമ്മൾ അവസാനിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന കുറച്ച് ദുഅഫുള്ള ലൈഫായ ഒരു ഹദീസിൽ വരുന്നുണ്ട്, അനബ്നു ദബീഹൈൻ, ഞാൻ 2 ബലി അർപ്പിക്കപ്പെട്ട ആളുകളുടെ മകനാണെന്ന് പറയുന്നുണ്ട് അല്ലേ. കത്തിയുടെ മുനയിൽ നിന്ന് രക്ഷപ്പെട്ട 2 ആളുകളുടെ മകനാണ്. ഒന്നാരാ? ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അറുക്കാൻ പോയിട്ടുണ്ട്. 2ാമത്തെ ആളോ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ അബ്ദുൽ മുത്തലിബ് മറക്കാൻ പോയിട്ടുണ്ട്. ഇങ്ങനെ അറുക്കപ്പെടാൻ പോയ 2 ആളുകളുടെ മകനാണ് ഞാനെന്ന് ചെറിയ ളുഅഫുള്ള ചെറിയ ലൈഫായ ഒരു ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ 100 ഒട്ടകത്തെ അറുത്തു. അബ്ദുള്ള സേഫായി. അബ്ദുള്ള ബലിയർപ്പണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അതിനുശേഷമാണ് അബ്ദുള്ളയെ കൂട്ടിയിട്ട് നേരെ അബ്ദുൽ മുത്തലിബ് വഹബിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. ആ പോകുന്ന ഇടയ്ക്ക് നടന്ന സംഭവങ്ങൾ നമ്മൾ മുമ്പേ പറഞ്ഞു. എന്തിനായിരുന്നു ബനൂ സുഹറ ഗോത്രത്തിലെ വഹബിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്?
അന്നത്തെ ബനൂ സുഹ്റ ഗോത്രം വളരെ അറിയപ്പെട്ട തറവാടികളായ നല്ല ഗുണങ്ങളുള്ള ഒരു ഗോത്രമായിരുന്നു. ആ ഗോത്രത്തിൻ്റെ നേതാവാണ് വഹബ്. വഹബിൻ്റെ ഒരു മകളുണ്ട്, ആ ഗോത്രത്തിലെ സുന്ദരി രാജകുമാരി ആയിട്ട് അറിയപ്പെടുന്ന നേതാവായ അവിടുത്തെ ഒരു മകളുണ്ട്. ആ മകളുടെ പേരാണ് ആമിന. അബ്ദുള്ളയെ ആമിനയുമായിട്ട് വിവാഹം ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അബ്ദുൽ മുത്തലിബ് നേരെ ബനൂ സുഹ്റ ഗോത്രത്തിൻ്റെ അടുക്കിലേക്ക് എത്തി. പോകുന്ന സമയത്തുള്ള സംഭവങ്ങൾ നമ്മൾ പറഞ്ഞു. അവിടെ ചെന്നിട്ട് ആമിനെ അബ്ദുള്ളക്ക് വിവാഹം ചെയ്യിപ്പിച്ചു കൊടുത്തു. അവിടെ തന്നെ അവരെ താമസിപ്പിച്ചു. വീട് കൂട്ടി 2-3 ദിവസം അവിടെ താമസിച്ചതിന് ശേഷമാണ് അവർ തിരിച്ചു വരുന്നത്. ആമിന ബീവിയുടെ പരമ്പര ആമിന ബിൻത്ത് വഹബ് ഇബ്ന് അബ്ദി മനാഫ് ഇബ്ന് സുഹ്റ ഇബ്ന് കിലാബ്. ഈ അബ്ദു മനാഫ് റസൂലുള്ളാഹിൻ്റെ പരമ്പരയിൽ വരുന്ന അബ്ദു മനാഫ് അല്ല. റസൂലുള്ളാഹിൻ്റെ പരമ്പരയും ആമിന ബീവിയുടെ പരമ്പരയും, അതായത് അബ്ദുള്ളയുടെ പരമ്പരയും ആമിന ബീവിയുടെ പരമ്പരയും ചെന്ന് ചേരുന്നത് കിലാബിൽ നിന്നാണ്. റസൂലുള്ള വേണമെങ്കിൽ കൊടുക്കാം, സ്ക്രീനിൽ കാണാം നിങ്ങൾക്ക്. റസൂലുള്ള മുഹമ്മദ് ബിൻ അബ്ദില്ലാഹി ബിൻ അബ്ദുൽ മുത്തലിബ് ഇബ്ൻ ഹാഷിം ഇബ്ൻ അബ്ദ് മനാഫ് ഇബ്ൻ ഖുസൈ ഇബ്ൻ കിലാബാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആമിന ബീവിയോ ആമിന ബിൻത്ത് വഹബ് ഇബ്ൻ അബ്ദ് മനാഫ് ഇബ്ൻ സുഹ്റ ഇബ്ൻ കിലാബ്. അപ്പോൾ ഈ കിലാബിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാപ്പയുടെ പരമ്പരയും ഉമ്മയുടെ പരമ്പരയും ചെന്ന് ചേരുന്നത്. അങ്ങനെ ആ വിവാഹവും കഴിഞ്ഞു. ആ വിവാഹത്തിലൂടെ അവർ തമ്മിൽ പരസ്പര ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അതിലൂടെ ആമിന ബീവി ഗർഭിണിയായി. ഇനി ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് മുമ്പ് മക്കയിൽ നടന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമുണ്ട്. നമ്മൾ 3 സംഭവം എന്ന് പറഞ്ഞു. ഈ 2 സംഭവങ്ങളെക്കാൾ കൂടുതൽ പ്രസിദ്ധി ആർജിച്ച, നമുക്കെല്ലാവർക്കും ഒരുപക്ഷെ ഏകദേശം അറിയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് മുമ്പ് നടന്നു. അതേതാ സംഭവം? ആനക്കലഹവുമായി ബന്ധപ്പെട്ട അബ്രഹത്തിൻ്റെ ആനപ്പടയും സൈന്യവും ഒക്കെ കാബയെ ആക്രമിക്കാൻ വരുന്ന സംഭവം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അപാരമായ കഴിവുകൊണ്ട്, ശക്തി കൊണ്ട് ആ സൈന്യത്തെ തകർത്ത് തരിപ്പണമാക്കിയതുമൊക്കെയുമായി ബന്ധപ്പെട്ട ആനക്കലഹ സംഭവം, അതാണ് ഇനി നമുക്ക് പറയാനുള്ളത്. അപ്പം അബ്രഹത്ത് അൽ ഹബഷി എന്നറിയപ്പെടും, അബിസീനിയക്കാരനായ അബ്രഹത്ത്. അപ്പോൾ അബിസീനിയക്കാരനായ അബ്രഹത്ത് അയാൾ എവിടുത്തെ രാജാവായിരുന്നു? യമനിലെ രാജാവായിരുന്നു. അബിസീനിയ എവിടെയാണ്? അബിസീനിയ വേറെ തന്നെ ഒരു സ്ഥലം. അപ്പോൾ അബിസീനിയക്കാരനായ അബ്രഹത്ത് യമനിലെ അമീറായി. അതെങ്ങനെ യമനിലെ അമീറായി? ഇനി യമനിലെ അമീറായ അബ്രഹത്ത് എന്തിന് മക്കത്തുള്ള കാബയെ ആക്രമിക്കാൻ വന്നു? ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. കുറച്ച് ബാക്കിൽ നിന്നേ നമുക്ക്, പിന്നിൽ നിന്ന് തന്നെ നമുക്ക് കഥ പറഞ്ഞു തുടങ്ങേണ്ടതുണ്ട്. അത് എങ്ങനെ അബിസീനിയക്കാരനായ അബ്രഹത്ത് യമനിലെ അമീറായി, ആ യമനിലെ അമീറായിരുന്ന അബ്രഹത്ത് എന്തുകൊണ്ട് കാബയെ ആക്രമിക്കാൻ വേണ്ടി തീരുമാനിച്ചു, പിന്നീട് എന്തൊക്കെയാണ് നടന്നത് എന്നുള്ളതൊക്കെ വിശദമായിട്ട് പറയേണ്ട സംഭവങ്ങളാണ്. അത് അടുത്ത ക്ലാസ്സിൽ പറയാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ കഴിഞ്ഞ ഏകദേശം ഇപ്പോൾ 2 പാർട്ടായി. ഈ 2 പാർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വെച്ചിട്ട് ഒരു ചെറിയ ചോദ്യാവലി നമ്മൾ ഇൻഷാ അല്ലാഹ് തയ്യാറാക്കുന്നുണ്ട്. അത് നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഇന്നും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചാനലിലും ഗ്രൂപ്പിലൊക്കെ വരും. ആ ചോദ്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്തിട്ടൊന്ന് പൂരിപ്പിക്കണം. കാരണം അത് ആരെയും തോൽപ്പിക്കാനോ ജയിപ്പിക്കാനോ ഒന്നുമല്ല. ആരും പരീക്ഷാ ചോദ്യം എന്നൊക്കെ പറയുമ്പോൾ ബേജാറൊന്നും ആവണ്ട. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കേട്ടതൊക്കെ നമ്മുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടോ, പേരുകളൊക്കെ നമുക്ക് ഓർമ്മയിലുണ്ടോ, സംഭവങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് നമുക്ക് തന്നെ പരിശോധിക്കാൻ വേണ്ടി. ഞാനത് നോക്കുകയോ നിങ്ങൾക്ക് മാർക്ക് ഇടുകയോ തോൽപ്പിക്കുകയോ ജയിപ്പിക്കുകയോ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് സ്വയം വിലയിരുത്താൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഗൂഗിൾ ഫോം രൂപത്തിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഉത്തര രൂപത്തിൽ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഗൂഗിൾ ഫോമിൽ കയറുക, അതിലുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾ മനസ്സിലാക്കിയതിനനുസരിച്ച്, നിങ്ങൾ കേട്ടതിനനുസരിച്ചിട്ട് ഉത്തരം എഴുതുക. എന്നിട്ട് ശരിയാണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യുന്ന രൂപത്തിൽ അത് ഉപയോഗപ്പെടുത്തുക ഇൻഷാ അല്ലാഹ്. ബാക്കി കാര്യങ്ങൾ, ബാക്കി വിശദാംശങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ എന്തൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ ഈ ക്ലാസ്സൊക്കെ തുടങ്ങി വെച്ചത്, ആ ലക്ഷ്യം ഫുള്ളും അള്ളാഹു പരമാവധി പൂർത്തിയാക്കി തരുമാറാകട്ടെ. നമ്മളൊക്കെ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.